നമസ്കാരം. നിലമ്പൂർ പോരാട്ടം തുടങ്ങുകയാണ്. ഇടതുപക്ഷത്തിന് രോമാഞ്ചമുണ്ടാക്കി ആവേശത്തോടെ എം സ്വരാജിൻ്റെ എൻട്രി. INTUC ഓഫീസിൻ്റെ ജനൽപ്പാളികൾക്കിടയിലൂടെ പുറത്തേക്ക് നീണ്ട തോക്കിൻ കുഴലിൽ നിന്ന് ചീറിപ്പാഞ്ഞ വെടിയുണ്ടകളേറ്റ് പൊലിഞ്ഞ കുഞ്ഞാലിയുടെ ജീവന് വീണ്ടും അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ പകരം ചോദിക്കാനിതാ സ്വരാജിൻ്റെ ഊഴം. ഇടത് സർക്കാരിൻ്റെ വികസനം തുടരാൻ രാഷ്ട്രീയ പോരാട്ടത്തിൽ LDFന് വോട്ട് തേടി സ്വരാജ് കളത്തിൽ ഇറങ്ങുന്നു. സ്വതന്ത്രനെ 2 തവണ MLA ആക്കി നിലമ്പൂരിനെ LDFനൊപ്പം ചേർത്ത ചരിത്രം മാറി ഇനി അടിമുടി പാർട്ടിക്കാരൻ MLA ആയി പുതിയ ചരിത്രം എഴുതും എന്ന പ്രതീക്ഷയിൽ CPM. ശക്തമായ രാഷ്ട്രീയ കുതിപ്പിൽ അൻവർ കലക്കിയ കുളത്തിൽ മീൻ പിടിച്ച് എളുപ്പം ജയിച്ചു കയറാം എന്ന് കരുതിയ UDFന് ഇത് വലിയ വെല്ലുവിളി. അനിശ്ചിതത്വവും പ്രതീക്ഷകളും ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആവേശം ഉയർത്തുമ്പോൾ അൻവറിൻ്റെ നാടകീയ നീക്കങ്ങളും UDFൻ്റെ അക്ഷമതയും ആര്യാടൻ്റെ പാതിവഴി നീക്കങ്ങളും എല്ലാം മങ്ങിയിരിക്കുന്നു. സ്വരാജിൻ്റെ തീക്കാറ്റ് പോലുള്ള വരവിൽ നിലമ്പൂരിൽ കാത്തിരുന്ന പോരാട്ടത്തിന് പുതിയ മാനം. പോരാട്ടത്തിൻ്റെ ഗതി തന്നെ മാറുന്നു. സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസവും നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രതീക്ഷകളും വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നു. രംഗം കത്തി എഴുന്നേൽക്കുന്നു. LDFൻ്റെ നിലമ്പൂരുകാരുടെ സ്വന്തം മുഖമായ സ്വരാജ് ഇനി സ്ഥാനാർത്ഥിയായി മാറുന്നു. നിലമ്പൂർ സ്വരാജ്യമാക്കുമോ എം സ്വരാജ്? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് M പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് വക്താവ് അനൂപ് VR, ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം അനൂപിലേക്ക് പോവുകയാണ്. അനൂപ്, ഇതാരും പ്രതീക്ഷിച്ചതല്ല. സ്വരാജ് നിലമ്പൂരുണ്ട്, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കാനുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ തന്നെ നേതാക്കൾ പറഞ്ഞത് ഇവിടെയുണ്ട്. അനൂപ് എന്താണ് പറഞ്ഞത്? കേൾക്കാമോ ഞാൻ പറയുന്നത് കേൾക്കാമോ? അനൂപ് കേൾക്കാം. ഞാൻ എൻ്റെ ചോദ്യം ചോദിക്കുകയായിരുന്നു അനൂപിനോട്. എം സ്വരാജിനെ ഇറക്കാൻ ധൈര്യമുണ്ടോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ ചോദിച്ചതാണ്, നമ്മൾ കണ്ടതാണ്. ശക്തമായ സന്ദേശം ഇപ്പോൾ CPIM നൽകിയിരിക്കുന്നു എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട്. എന്തു പറയുന്നു ഇപ്പോൾ? രാഹുൽ മാങ്കൂട്ടം ചോദിച്ചത് കൊണ്ടല്ലോ CPM സ്ഥാനാർത്ഥിയാക്കിയത്. രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്നതിനൊക്കെ അതേ രീതിയിൽ അതേ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുകയല്ലോ CPMന്റെ ജോലി. നിങ്ങളുടെ CPMന്റെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം ചോദിച്ചു, ഞങ്ങൾ നടത്തിയെന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ സൈബർ പോരാളികൾക്കൊക്കെ അങ്ങനെ പറയാം. അതിലപ്പുറത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. സ്വരാജ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ CPM അവതരിപ്പിക്കുന്നു. സ്വാഭാവികമായും ഒരു CPM അണികളെ സംബന്ധിച്ച് താങ്കൾ തന്നെ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ 2 തവണ സ്വതന്ത്രനെ പരീക്ഷിച്ച ഒരു സ്ഥലത്ത് CPMനെ സംബന്ധിച്ച്, CPM പാർട്ടിക്കാരെ സംബന്ധിച്ച് അത് ആവേശമുണ്ടാക്കുന്നുണ്ടാകും. പക്ഷേ പൊതുജനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അത് എന്ത് പ്രത്യേകതയാണ് ഉണ്ടാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല, CPM പോലും അതിന്റെ തിരിച്ചടികളിൽ നിന്ന് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ, ഉപതെരഞ്ഞെടുപ്പുകളിൽ, ഒന്ന് തൃക്കാക്കരയിലും 2 പാലക്കാടും 2 ഡോക്ടർമാരെ അവതരിപ്പിച്ചു. അപ്പോൾ 3ാമതൊരു ഡോക്ടറെ കൂടി അവതരിപ്പിക്കുക എന്ന ജാള്യതയിൽ നിന്ന് CPMന് വേണമെങ്കിൽ സ്വയം പിൻവാങ്ങി എന്ന് പറയാം. അതിന്റെ അനുഭാവികൾക്ക്, അതിന്റെ വോട്ടർമാർക്ക്, അതിന്റെ പ്രവർത്തകർക്ക്, അതിന്റെ കേഡർമാർക്ക് ഒരു പുതിയ ആത്മവിശ്വാസം നൽകി എന്ന് CPMന് വേണമെങ്കിൽ ആവശ്യപ്പെടാം. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏത് സ്ഥാനാർത്ഥിയെയും പോലെ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് സ്വരാജ് എന്നാണ് യാഥാർത്ഥ്യം. അത് വേറെ ഏത് സ്ഥാനാർത്ഥി വന്നാലും ഞങ്ങൾ അത് രാഷ്ട്രീയമായി നേരിടും എന്നതുപോലെ തന്നെ. അനൂപ്, പക്ഷെ പുറത്തേക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും സ്വരാജിനെ ഇറക്കാൻ ധൈര്യമുണ്ടോ എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചുകൊണ്ടിരുന്നത്. സ്വരാജ് അതുകൊണ്ടാണല്ലോ ഡോക്ടർമാരെ ഇറക്കാതിരിക്കാൻ വേണ്ടി IMAയോട് പരാതി പറയും എന്നൊക്കെ ഈ സൈബർ പോരാളികൾ പറയുന്ന ഭാഷയിൽ K മുരളീധരനൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടത്. അതൊക്കെ ഇപ്പോൾ മറികടന്ന് രാഷ്ട്രീയമായി തന്നെ വലിയ രീതിയിൽ ഒരല്പം തന്ത്രപരമായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം CPIM അവിടെ സ്വരാജിനെ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കാൻ ഏൽപ്പിക്കുന്നു എന്ന
രീതിയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമ്പോൾ കാണുന്ന കാഴ്ചകൾ, മറു ക്യാമ്പിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ, അതാണ് ഞാൻ ആ ചോദ്യം ചോദിക്കാൻ ഇടയാക്കിയത്. കേട്ടതിൽ വെച്ച് ഞാൻ പറയാം, ഇതിനകത്ത് CPM അതിന്റെ എത്രയോ ഉയർന്ന നേതാക്കന്മാരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. EMS മത്സരിച്ചിട്ടില്ലേ? പിണറായി വിജയൻ മത്സരിച്ചിട്ടില്ലേ? VS അച്യുതാനന്ദൻ മത്സരിച്ചിട്ടില്ലേ? KR ഗൗരിയമ്മ മത്സരിച്ചിട്ടില്ലേ? അപ്പോ അതിനെയൊക്കെ കോൺഗ്രസ് അഭിമുഖീകരിച്ചിട്ടില്ലേ? ആ എതിർ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടില്ലേ? അതിലും മുകളിൽ എന്ത് തലപ്പൊക്കമാണ് സ്വരാജിനുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടമോ അല്ലെങ്കിൽ കയ്യൂർ സമരത്തിന്റെയോ പുന്നപ്ര വയലാറിന്റെയോ പാരമ്പര്യമുള്ള ഒരാളാണോ? ഇപ്പൊ സ്വരാജിനെ സംബന്ധിച്ച് നോക്കിയാൽ അതിലും വലിയ സമരാനുഭവമുള്ള സിന്ധു ജോയ് അടക്കം ഗ്രനേഡുമായന്റെ കാലുമായി എന്നൊക്കെ അന്ന് പറഞ്ഞ സിന്ധു ജോയെ പോലുള്ള ആളുകൾ മത്സരിച്ചിട്ടില്ലേ? ഇതിൽ നിന്നൊക്കെ സ്വരാജിനെ വ്യതിരക്തനാക്കിയ ഇതാ സ്വരാജ് വന്നിരിക്കുന്നു, ഇത് ഫയൽവാൻ ഗോദയിൽ എന്ന് പറയുന്നത് പോലെ എന്ത് പ്രത്യേകതയാണ് സ്വരാജിനുള്ളതെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു പരിവേഷം CPM-ന്റെ സൈബർ അണികളെ സംബന്ധിച്ച് ഉണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല. താങ്കൾക്ക് കഴിയുമെങ്കിൽ വിശദീകരിച്ചു. പക്ഷേ അപ്പുറത്ത് UDF-ന്റെ ഒരു സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു, അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം ഇപ്പോൾ വരാൻ നിൽക്കുന്നു എന്ന് നിങ്ങളിൽ തന്നെ ചിലരൊക്കെ പറയുന്ന PV അൻവറൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളോടൊപ്പമുള്ള ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി ജയിക്കാൻ സാധിക്കാത്ത ആളാണ്, ജോയിയാണ് നല്ല സ്ഥാനാർത്ഥി, സിനിമ പിടിക്കാൻ മാത്രം അറിയാവുന്ന ആളാണ് ഈ സ്ഥാനാർത്ഥി, ഇയാൾ തോറ്റു കഴിഞ്ഞാൽ എന്നെ കുറ്റം പറയരുത് എന്നൊക്കെ PV അൻവർ പറയുന്ന ഒരു ആര്യാടൻ ഷൗക്കത്തിനെ അപ്പുറത്ത് നിർത്തിക്കൊണ്ടാണ് ഇപ്പുറത്തെ M സ്വരാജിനെ നിങ്ങൾ ഇങ്ങനെ വിലയിരുത്തുന്നത്. M സ്വരാജിനെ കുറിച്ച് നെഗറ്റീവായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സ്വരാജ് വരുന്നു എന്ന് പറയുന്നത് സ്വരാജ് ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം മികച്ച സ്ഥാനാർത്ഥിയാണോ എന്ന് തീരുമാനിക്കേണ്ട ജനങ്ങളാണ്. അത്ര മാത്രമേ ഉള്ളൂ. അതിലപ്പുറത്ത് അതിൽ മുകളിലോ അതിൽ താഴെയോ സ്വരാജിനെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അൻവർ പറഞ്ഞു എന്ന് പറയുമ്പോൾ അൻവറിനത് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല, UDF-ന്റെ ഭാഗമല്ല. ഇന്നലെ വരെ 9 കൊല്ലം നിങ്ങളുടെ കൂടെ നിന്ന ആളാണ്. പിണറായി വിജയനെ CPM-കാരെക്കാൾ മുകളിൽ പ്രതിരോധിച്ച ഒരാളാണ്. കടന്നിലകളുടെ രാജാവ് എന്ന് നിങ്ങളുടെ സൈബർ അണികളെ ആഘോഷിച്ച ഒരാളാണ് അദ്ദേഹം. ഞങ്ങളുടെ ഒപ്പം പിന്നീട് വന്നു എന്നേ ഉള്ളൂ. അദ്ദേഹം ഞങ്ങളുടെ ഭാഗമല്ലല്ലോ. ഞങ്ങളെ നാളെ പിന്തുണയ്ക്കാൻ M സ്വരാജ് വന്നാലും ഞങ്ങളത് സ്വീകരിക്കില്ലേ? PV അൻവർ വന്നു, അദ്ദേഹം ആ നിലപാട് പറയുന്നു. അദ്ദേഹം ഈ സിസ്റ്റത്തിന്റെ ഭാഗമല്ല, അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞതിന് ഞങ്ങളുടെ നേതാക്കന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് അതിനെന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന് നിർണ്ണയിക്കുന്നത് എന്താ? ഇന്ന് സ്വരാജ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഈ രീതിയിൽ അപഹസിച്ചിട്ട് ഇപ്പോഴും അതിൽ മാറ്റം വരുത്താത്ത ഒരാളിനെ ആണോ നിങ്ങൾ ഇപ്പോൾ UDF-ൽ പൂർണ്ണ അംഗമാക്കാൻ വേണ്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷം? അല്ല, അദ്ദേഹം ഈ നിമിഷം വരെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് UDF-ന് പുറത്തു നിൽക്കുന്ന ഏതൊരാൾക്കും പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം ഈ സിസ്റ്റത്തിന്റെ ഭാഗമല്ല, അദ്ദേഹം ഈ സംവിധാനത്തിന്റെ ഭാഗമല്ല, അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമല്ല, അദ്ദേഹം ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ല. അദ്ദേഹം നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിരുന്നു പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അല്ല, അപ്പോ നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമാക്കാൻ വേണ്ടി ഇപ്പോൾ ചർച്ച നടക്കുകയാണെന്ന് അല്പം മുമ്പ് ഒരു പകൽ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഉറക്കെയാണ് പറയുന്നത്. താങ്കൾക്ക് അത് കേൾക്കാൻ പാകത്തിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ശരിയാക്കാൻ ശ്രമിക്കും. എൻ്റെ ചോദ്യം ഇതാണ്. ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചിട്ട് പ്രകാശ് മാസ്റ്ററിലേക്ക് പോകാം. അതായത്, നിങ്ങൾക്കൊപ്പം ഇല്ലാത്ത ഒരാൾ എന്ന് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ആളിനെയാണ് ഇപ്പോഴും നിങ്ങൾ UDF യോഗം ചേർന്ന് ഈ ഒരു കാര്യവും മാറ്റി പറയാത്ത ആളിനെ അകത്താക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് നിങ്ങൾക്കൊരു പകൽ തന്നുകൊണ്ട് PV അൻവർ ഇപ്പോഴും മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാവിലത്തെ വാർത്താ സമ്മേളനം മാറ്റിവെച്ചത്.
നോക്കൂ, ഒരു തിരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗമല്ലാത്ത ആളുകൾ ഞങ്ങളുടെ ഭാഗത്തേക്ക് വരാൻ എന്തെങ്കിലും തരത്തിലുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചാൽ അതിനെ എന്തിനു ഞങ്ങൾ നിരാകരിക്കണം? അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഞങ്ങളുടെ ഭാഗമാകുമ്പോഴാണ് അദ്ദേഹം ഞങ്ങളുടെ മുന്നണിയുടെ നിലപാടുകൾ ഏറ്റുപറയേണ്ടത്. ഈ സന്ദർഭം വരെ അത് പ്രസക്തമല്ല. ശരി. നിങ്ങളുടെ പാർട്ടിക്ക് അകത്തേക്ക് വന്ന് നിങ്ങളുടെ മുന്നണിക്ക് അകത്ത് കയറിയുന്നതിന് തൊട്ട് മുമ്പ് വരെ അതിന്റെ വാതിൽക്കൽ നിന്ന് നിങ്ങൾ എന്തും പറയാമെന്നാണ് അനൂപ് പറയുന്നത്. അതെനിക്ക് മനസ്സിലാകുന്നില്ല. അത് മറ്റുള്ളവർ വിലയിരുത്തട്ടെ. ഞാൻ എം പ്രകാശൻ മാസ്റ്ററിലേക്ക് ഒന്ന് പോകട്ടെ. എം പ്രകാശൻ മാസ്റ്റർ, എം സ്വരാജ് ആണ് ഇന്ന് ഉച്ചയ്ക്ക് 12:30 മണിയോടുകൂടി നിലമ്പൂരിലെ രാഷ്ട്രീയ കളം ആകെ മാറ്റിമറിച്ചുകൊണ്ട് അവിടെ എം സ്വരാജ് പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി വലിയ ആവേശം നിങ്ങളുടെ അണികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിലമ്പൂരിൽ വലിയ രോമാഞ്ചമുണ്ടാക്കുന്ന, ആവേശമുണ്ടാക്കുന്ന പ്രകടനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് എം സ്വരാജ്? ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം കോൺഗ്രസിനേറ്റിട്ടുള്ള ഏറ്റവും കടുത്ത ഒരടിയാണ് ഇന്ന് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം. ഞാൻ ഈ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം എത്ര വലിയ ആവേശമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മാത്രമല്ല, ഈ പ്രദേശത്തെ ചെറുപ്പക്കാരിൽ, അതുപോലെ കടുത്ത രാഷ്ട്രീയം പ്രകടമായ നിലക്ക് പ്രകടിപ്പിക്കാത്ത ആളുകളിൽ, അവരിലൊക്കെ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആവേശം അത്ഭുതാർഹമാണ്. നിലമ്പൂരിൽ നിന്ന് നേരിട്ട് ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭം വരെ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ കാരണക്കാരനും തെരഞ്ഞെടുപ്പിന് ആധാരമായ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഏറ്റുപറഞ്ഞുകൊണ്ട് കഴിഞ്ഞ നിയമസഭയിൽ അടക്കം ഒന്നിച്ച പോരാട്ടം നടത്തി UDFൻ്റെ ഭാഗമായി നിന്ന അൻവർ UDFൻ്റെ സ്ഥാനാർത്ഥിയെയും UDFിനെയും കോൺഗ്രസിനെയും അടച്ചാക്ഷേപിക്കുന്ന കാഴ്ച അതാണല്ലോ ഈ കഴിഞ്ഞ 3 ദിവസക്കാലമായിട്ട് നമ്മൾ കണ്ടത്. അത് ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതത്തിൽ നിന്നാണ് അവർ ഞങ്ങളെ ആക്രമിക്കാൻ ചില ചോദ്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് വന്നത്. അവർ ചോദിച്ച ചോദ്യം എന്താ? നിങ്ങൾ സ്ഥിരമായിട്ട് ഈ സ്വതന്ത്രന്മാരെ തിരയുന്നു, നിങ്ങൾ ഡോക്ടർമാരെ തിരയുന്നു, നിങ്ങൾക്ക് പാർട്ടിയുടെ ആളുകളെ നിർത്താൻ ധൈര്യമുണ്ടോ? ഇതെല്ലാമായിരുന്നല്ലോ കഴിഞ്ഞ 3 ദിവസക്കാലമുള്ള കോൺഗ്രസിൻ്റെ ആളുകൾ ഈ ചർച്ചകളിൽ ചാനലിൽ വന്നിട്ട് ചോദിച്ച ചോദ്യം. ഇവിടെ കൃത്യമായ നിലക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറുപടി പറഞ്ഞിരിക്കുന്നു. കേരളമാകെ അറിയുന്ന, കേരളമാകെ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ രംഗത്ത് മികവാർന്ന നിലക്ക് തൻ്റെ സ്ഥാനം നേടിയെടുത്തിരിക്കുന്ന സ്വരാജിനെ സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹം യുവജനങ്ങൾക്കിടയിൽ സർവാദരണീയനായ സ്വീകാര്യനാണ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വളരെ കൃത്യമായ നിലക്ക് നിലപാടുകളുള്ള, ആ നിലപാടുകൾ നല്ല ആശയവ്യക്തതയോടെ ആളുകളിലേക്ക് സന്നിവേശിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന, ചർച്ചകളിൽ കൃത്യമായ നിലക്കുള്ള നിലപാട് സ്വീകരിക്കുന്ന, യുവജനങ്ങളെല്ലാം ഒരു രോമാഞ്ചമായിട്ട് അനുഭവിക്കുന്ന MLA ആയ സമയത്ത് എത്ര ശക്തമായ നിലക്ക് തൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ചെറുക്കാൻ മുന്നോട്ടേക്ക് വന്നുവെന്ന് തെളിയിച്ചിട്ടുള്ള സ്വരാജ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന അങ്കലാപ്പ് ചെറുതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമുള്ള രണ്ടാമത്തെ അടിയാണ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസ് ഏറ്റുവാങ്ങിയത്. ഇവിടെ CPMന് സ്ഥാനാർത്ഥികൾ നിർത്താൻ ധൈര്യമില്ല, ഇവിടെ സ്വതന്ത്രന്മാരെ തേടി നടക്കുന്നു, നിങ്ങൾക്ക് സ്വതന്ത്രന്മാരെ ഇനിയും കിട്ടിയില്ലേ എന്നെല്ലാം ഇന്നലെ വരെ ചോദിച്ച ആളുകളാണ്. ഇന്നിപ്പോൾ സ്വരാജ് നിർത്തിയിൽ എന്താണ് അത്ഭുതമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഴുങ്ങുകയാണോ? ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് കൃത്യമായിട്ട് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ 3ാം ഊഴത്തിൻ്റെ തുടക്കമാണ് എന്നാണ്. അത് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് വെറുതെയല്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ട് പിന്നിട്ട 9 വർഷക്കാലമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഈ 2ാം ഘട്ടത്തിലെ ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികം വിപുലമായി ആഘോഷിക്കുന്ന സമയത്ത് അതിലുണ്ടായിരിക്കുന്ന ജനപങ്കാളിത്തം, അതിൻ്റെ പരിപാടിയിൽ ആളുകൾ കാണിച്ചിരിക്കുന്ന വമ്പിച്ച ആവേശം, ഇന്നലെ വരെ ഞങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ധാരാളം ജനവിഭാഗങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്നതിന് ഒരുപാട് ദൃശ്യചിത്രങ്ങൾ, ഇവയെല്ലാം കണ്ടുകൊണ്ടുകൂടിയാണ് ഗോവിന്ദ മാഷ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ കൃത്യമായ നിലക്ക് സൂചിപ്പിച്ചത്. ഇവിടെ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം എന്താ? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എന്തുകൊണ്ട് അദ്ദേഹം പരാജയപ്പെടും എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർക്കറിയാം. പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സുകാർ പേര് നടന്ന അൻവറാണ്. അദ്ദേഹം പറയുന്നു അദ്ദേഹം മറ്റ് പാർട്ടികളിലേക്ക് ചേക്കാറുന്നതാണ് പറയുന്ന അൻവറാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്ഥാനാർത്ഥി ആകുമായിരുന്നില്ല. ഇവിടെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകമായ ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ടാണ്.
എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിനെതിരായിട്ട് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്? അതിനെല്ലാം മറുപടി പറയേണ്ട ഗതികേടിലല്ലേ കോൺഗ്രസ് നിൽക്കുന്നത്? യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി എന്താ കോൺഗ്രസ്സുകാർ വിചാരിച്ചത്? ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ മേനി ഈ കേരളത്തിലാകത്തിനെ പ്രകടിപ്പിക്കാം എന്ന് വിചാരിച്ച ആളുകൾക്ക് അത് ഒരു കാരണവശാലും അനുഭവിക്കാനാവാത്ത ഒരു ദുർഗതിയിലല്ലേ കോൺഗ്രസ് ചെന്നുപെട്ടത്? ഇവിടെ എന്താണ് ഇവിടെ അൻവർ തീരുമാനിക്കാൻ പോകുന്നത്? ഇതിന് മേലെയാണല്ലോ കഴിഞ്ഞ 2-3 ദിവസക്കാലമായിട്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ ആകെ ചർച്ച. അത് വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താ? അപ്പോൾ അനായാസേന ഇവിടെ അൻവറിനെ കൊണ്ട് തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിച്ച് അദ്ദേഹത്തിൻ്റെ കൂടി പിൻബലത്തോടെ അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് വലിയ പോരാട്ടം നടത്താം എന്നെല്ലാം വിചാരിച്ച് രംഗത്തിറങ്ങിയിട്ടുള്ള കോൺഗ്രസിനെ അവർക്ക് ഒരു കാരണവശാലും അത് അനായാസമല്ല, എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് അവരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയ ഒന്നാണ് ഈ കഴിഞ്ഞ 4 ദിവസക്കാലം. അതിൽ അവർ ഏറ്റിരിക്കുന്ന ഏറ്റവും കടുത്ത ആഘാതമാണ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വമെന്ന് കോൺഗ്രസ്സുകാർക്കറിയാം, കോൺഗ്രസിനെ അറിയുന്നവർക്കറിയാം. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വമ്പിച്ച നിലക്കുള്ള ജനപിന്തുണ വലിയ അങ്കലാപ്പോടു കൂടിയാണ് UDF വൃത്തങ്ങൾ ഈ മണ്ഡലത്തിലടക്കം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഗോതയിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്താ പ്രത്യേകത എന്നെല്ലാം പറയുന്നത് വീൺവാക്കുകളാണ്. അവർക്ക് നല്ലതുപോലെ അങ്കലാപ്പുണ്ടാക്കുന്ന, അവർക്ക് നല്ലതുപോലെ ഭയപ്പാടുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അത് കൂടുതൽ കരുത്തേറിയിരിക്കുന്നു എന്നുള്ളതാണ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വന്നിരിക്കുന്നത്. സാർവത്രിക സ്വീകാര്യതയിലേക്ക് സ്വരാജ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ കഴിഞ്ഞ ചുരുക്കം മണിക്കൂറുകളിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഈ മണ്ഡലത്തിലാകത്തിന് വിളംബരം ചെയ്യുന്നത്. സാർവത്രികമായ പ്രകടനമാണ്. രണ്ടു പ്രകടനം കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇപ്പോൾ പ്രകാശൻ മാസ്റ്റർ വിശദീകരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഏതാണ്ട് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം. ഇപ്പോൾ അനൂപ് പറഞ്ഞതും തന്നെ എന്താണ്, ഒരു അത്ഭുതവുമില്ല സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ എന്ന് അനൂപ് പറയുമ്പോൾ അത് വല്ലാതെ സ്വരാജിനെ അങ്ങ് സ്റ്റാൻഡർഡൈസ് ചെയ്ത് മാറ്റാൻ അവർ ശ്രമിക്കുന്നു, അവർ തന്നെ സ്വയം ഒരു നിലയിലേക്ക് അങ്ങനെ മാറാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത് പോലെയുണ്ട്, അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നത് പോലെയുണ്ട്. ഇതാ ഇപ്പോൾ നോക്കൂ, UDF യോഗം നടക്കുകയാണ്. അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസിനെ UDFിലേക്ക് എടുക്കാനുള്ള ഒരു ധാരണ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ചില സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് VD സതീശൻ പറഞ്ഞത്, അല്ലെങ്കിൽ അതിനു മുൻപ് എന്താണ് ഇന്നലെ നേതാക്കൾ പറഞ്ഞത്, അടൂർ പ്രകാശ് പറഞ്ഞത് എന്താണ്, ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. അൻവറിനെ ഏത് രീതിയിലാണ് ഇന്നലത്തെ മാധ്യമ ചർച്ചകളിൽ കോൺഗ്രസ്സുകാർ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ നമ്മൾ കേട്ടതാണ്. അതൊക്കെ മറന്നുകൊണ്ട് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം വരുന്ന മാറ്റങ്ങൾക്കൊടുവിലാണ് ഇത്തരം വാർത്തകൾ കൂടി വരുന്നത്. സ്വരാജ് സ്ഥാനാർത്ഥിയാകാതിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചോ ഒരു ഘട്ടത്തിലെങ്കിലും കോൺഗ്രസ്സുകാർ? നോക്കൂ, ഇവിടെ എക്കോ കേൾക്കുന്നു, അതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞോളൂ. അപ്പം ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, ലാൽകുമാർ പറഞ്ഞോളൂ, എക്കോ ശരിയാക്കാം. ഞാൻ പറയുന്നത് കേൾക്കാമോ? ഇപ്പം ശരിയായി. സ്വരാജ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്ന ഉടനെ അടൂർ പ്രകാശിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് അൻവറുമായി ബന്ധപ്പെട്ടതാണ്. അൻവറിനെ എങ്ങനെയും ഒരു മീഡിയേറ്റ് ചെയ്ത് ഒരു കൺസീലിയേഷനിലേക്ക് എത്താൻ ഒരു ശ്രമം ഇപ്പം UDF നടത്തുന്നു എന്നുള്ളതാണ്. അതുതന്നെ വ്യക്തമല്ലേ? ഇന്നലത്തെ അടൂർ പ്രകാശിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഇന്നത്തെ അടൂർ പ്രകാശിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതിപ്പോൾ ഓൺലൈൻ സൈബർ ട്രോളുകളായി തന്നെ ഇറങ്ങുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നലെ VD സതീശൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അൻവറിനെതിരെയാണ്, ശക്തമായിട്ട് എതിരെയാണ് സംസാരിച്ചത്. കാര്യം അൻവർ സ്ഥാനാർത്ഥിയെ അപമാനിച്ചു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷേ ഇന്ന് ആ തലത്തിലുള്ള അത്രയും ശക്തമായ വാക്കുകൾ UDFിൻ്റെ ഭാഗത്തുനിന്ന് കേട്ടില്ല. ആ ശക്തമായ വാക്കുകൾ UDFിൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കാത്തതിന് കാരണം സ്വരാജിൻ്റെ ശക്തിയാണ്. സ്വരാജിൻ്റെ ശക്തി എന്നുള്ളത് വ്യക്തിപരമായ അദ്ദേഹത്തിനൊരു ശക്തിയുണ്ട്, അതിനുപരി അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തിയുണ്ട്. കാര്യം കഴിഞ്ഞ നിയമസഭാ കാലത്ത് സ്വരാജ് നടത്തിയ നിയമസഭയിലെ ഇടപെടൽ നോക്കൂ, എല്ലാവരും ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. സ്വരാജ് വ്യത്യസ്തനാണോ എന്ന് ചോദിച്ചാൽ അതെ. കാര്യം അദ്ദേഹത്തിന് മലയാള ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ശക്തി, അതിശക്തനായ പ്രഭാഷകൻ, വലിയ പാണ്ഡിത്യമുള്ള ആൾ, എങ്ങനെ നിയമസഭയിൽ ഇടപെടണമെന്നറിയാം, ഭരണഘടനയെക്കുറിച്ചുള്ള ധാരണയുണ്ട്, കേന്ദ്ര സർക്കാരിനെയും വർഗീയതയ്ക്കെതിരെയും എങ്ങനെ വലിയ രീതിയിൽ സംസാരിച്ച് മാറ്റി അകറ്റി നിർത്താനുള്ള ശക്തിയുണ്ട്. അങ്ങനെ പലതിൻ്റെ ഒരു കോമ്പിനേഷനാണ് യഥാർത്ഥത്തിൽ സ്വരാജ്. അത് CPMലുള്ള എല്ലാ ആൾക്കാർക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നോക്കൂ, CPM അനുഭാവമുള്ള ഒരാളാണ് ഞാൻ.
എനിക്ക് സ്വരാജ് സംസാരിക്കുന്നത് പോലെ ഒരു പ്രസംഗം വലിയ രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. സ്വരാജ് പറയുന്ന കാര്യം ചിലപ്പോൾ പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും സ്വരാജ് ഈ പറയുന്ന കാര്യങ്ങളിൽ വളരെ വ്യത്യസ്തനായി നിൽക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ നിയമസഭാ ഇടപെടൽ കൊണ്ട് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമസഭയിൽ അത്രയും ശക്തനായിരുന്നു സ്വരാജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആബ്സെൻസ് വളരെ വിസിബിളാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വളരെ എവിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ ആബ്സെൻസ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തെ പോലെ ഒരാൾ തിരിച്ചു വരും, നിയമസഭയിലേക്ക് തിരിച്ചു വരും, അല്ലെങ്കിൽ നിയമസാമാജികനാകേണ്ട ഒരാവശ്യം സംസ്ഥാനത്തിനുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. തൃപ്പൂണിത്തുറയിലെ അദ്ദേഹത്തിൻ്റെ തോൽവി യഥാർത്ഥത്തിൽ മതവർഗീയത വ്യക്തമായി പറഞ്ഞ് അയ്യപ്പൻ്റെ ഫോട്ടോയൊക്കെ വെച്ചാണ് ഇവിടെ പ്രചരണം നടത്തിയത്. അത് ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ വ്യത്യസ്തമായൊരു വിധി വന്നു, അത് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നു. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത് സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട്, അല്ലെങ്കിൽ സ്വരാജിനെ ഈ പർവ്വതീകരിച്ച് കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, സ്വരാജിനെ പർവ്വതീകരിച്ച് കാണിക്കാനുള്ള എല്ലാ അവകാശവും CPM-വുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കുണ്ട്. അത് നിങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് എടുക്കുമോ എടുക്കാതിരിക്കുമോ എന്നുള്ളത് അവരുടെ ചോയ്സാണ്. പക്ഷേ അദ്ദേഹത്തെ പർവ്വതീകരിച്ച് കാണിക്കുക എന്നുള്ളതല്ല അദ്ദേഹത്തിന് പർവ്വതത്തിൻ്റെ ഒരു സ്റ്റേച്ചറുള്ള ഒരാളാണെന്ന് ഞാൻ കണക്കാക്കുന്നത് വ്യക്തിപരമായി. അപ്പോൾ അതിനെ നമ്മൾ തള്ളേണ്ട കാര്യമില്ല. നോക്കൂ, നമ്മൾ ഒരാൾ വരുമ്പോൾ ഇത്ര ആവേശം കൊള്ളേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ അതേ ലൈനിൽ അപ്പുറത്ത് കോൺഗ്രസ്സുകാരെക്കുറിച്ചോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വരുമ്പം കോൺഗ്രസ് അണികൾ കാണിക്കുന്ന ഒരു ആവേശം, അത് നിങ്ങൾക്കുണ്ടാക്കുന്ന ആവേശം തന്നെയാണ്. അത് സംസ്ഥാനത്ത് എല്ലാവർക്കും ഉള്ള ആവേശമാണെന്ന് നിങ്ങൾ പറയാറുണ്ട് അല്ലേ? ആ രീതിയിലാണ് നിങ്ങളത് പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നപ്പം രാഹുൽ ഗാന്ധി വലിയ ആവേശമായിരുന്നു, നിങ്ങൾക്ക് ഒരാവേശവും നമുക്ക് തോന്നിയിട്ടില്ല. അപ്പം അത് നമ്മളുടെ ഓരോ തലമാണ്. നോക്കൂ, രാഹുൽ ഗാന്ധിയും സ്വരാജിനെയും തമ്മിലൊരു കമ്പാരിസൺ നടത്തുമെന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ആവേശം കൊള്ളുന്ന കാര്യങ്ങളാകണം ഇപ്പുറത്ത് ആവേശം കൊള്ളുന്നതെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ UDF-ന് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം, UDF ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചെങ്കിൽ പോലും UDF-നെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ശക്തമായ ഒരു പ്രചരണത്തിലേക്ക് സംസ്ഥാനത്ത് ഈ മാധ്യമങ്ങൾ മൊത്തം കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു സംസ്കാരത്തിൽ കൂടെയാണ് മാധ്യമങ്ങൾ സംസ്കാരം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ പോലും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആര്യാടൻ്റെ മകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്ട്രെച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് അഡ്വാൻറ്റേജ്, ഒരു സ്വീപ്പിംഗ് അഡ്വാൻറ്റേജ് ഈ ആര്യാട് ഷൗക്കത്ത്, ഞാൻ ആ പേര് വിട്ടു, ഐ ആം സോറി, എനിക്ക് ഷൗക്കത്തിൻ്റെ ഒരു പ്രസൻസ് അത്രയും വലിയ രീതിയിൽ ഒരു അഡ്വാൻറ്റേജസ് പൊസിഷനിലേക്ക് ഈ പറയുന്ന കാൻഡിഡേറ്റിൻ്റെ ആബ്സെൻസിലും UDF-ന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനുമായിട്ടുള്ള അൻവറിൻ്റെ തർക്കം, അല്ലെങ്കിൽ അൻവറിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് ഇടപെടാൻ നോക്കുന്നു, അതിനകത്ത് തന്നെ ചില ആൾക്കാർ തർക്കിക്കുന്നു, VD സതീശൻ എതിർത്ത് നിൽക്കുന്നു. ഇതൊക്കെ അല്ലാതെ യഥാർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന കാൻഡിഡേറ്റിനെ ഏറ്റവും നല്ല രീതിയിൽ പ്ലേസ് ചെയ്ത സിറ്റുവേഷൻ എന്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ? സത്യത്തിലില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിന് കാരണം UDF-നകത്ത് അത്രയും പ്രശ്നങ്ങളുള്ളത് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇന്നത്തെ സാഹചര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ, ഇന്നത്തെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച ഒരു പ്രയോഗം ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്റർ എന്നാണ് ഈ അൻവറിനെ കുറിച്ച്. അൻവർ എന്ന് പറഞ്ഞാൽ ഡബിൾ എഡ്ജ് സ്വോർഡാണ്. അദ്ദേഹം എവിടെ പോയി നിൽക്കുന്നോ അദ്ദേഹം അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം അനൂപ് പറഞ്ഞ എന്താണ്, നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ എല്ലാം നമ്മൾ നിർത്താൻ ഇതാക്കുമെന്ന് അല്ലേ, അതല്ലേ പറഞ്ഞത്? അനൂപ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംസ്ഥാനത്ത് ഇത്രയും ദിവസം UDF-ന് വേണ്ടി ശക്തമായ വാദം അല്ലെങ്കിൽ പിണറായി വിരുദ്ധത പറഞ്ഞ ആള് ഇന്നലെ പിണറായി വിരുദ്ധതയല്ല VD സതീശൻ വിരുദ്ധതയാണ് പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തമായി ഇദ്ദേഹം പോരാ, ഇദ്ദേഹം ഇൻകോമ്പീറ്റൻ്റ് ആണ് എന്ന ഒരു പബ്ലിക് ഡിക്ലറേഷൻ നടത്തിയ ആളുടെ പുറകെയാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നതെന്നുള്ളതാണ്. ഇപ്പം അൻവറിന് സത്യം പറഞ്ഞാൽ ഈ എൻറ്റയർ എപ്പിസോഡുണ്ട്. ഇപ്പോൾ CPIM സ്ഥാനാർത്ഥിയെ സ്വരാജിനെ പോലൊരു ശക്തനായ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചതുകൊണ്ടുകൂടി സത്യത്തിൽ അൻവറാണ് രക്ഷപ്പെട്ടത്. അൻവറിനെ ഇനിയിപ്പോൾ എങ്ങനെയും പിടിച്ച് UDF-നകത്ത് കയറ്റുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അപ്പാരൻ്റ്ലി ഇവരുടെ സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്നു. ആ സ്ട്രെങ്ത് കുറഞ്ഞത് നമുക്ക് വളരെ എവിഡൻ്റ് ആണ്. അത് നമ്മൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ വീണ്ടും കാണും. അൻവർ എന്ന് പറയുന്ന ആളെ കൂട്ടത്തിൽ കൂട്ടാതെ വളരെ എളുപ്പം കാര്യങ്ങൾ നടക്കില്ല എന്ന് ഇന്നത്തെ സ്ഥാനാർത്ഥി നിർണയം കൊണ്ട്, സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി നിർണയം കൊണ്ട് പറ്റി. മറ്റൊരാളായിരുന്നുവെങ്കിൽ ഇന്നലത്തെ പൊസിഷൻ എന്തായിരുന്നു ഇവരുടെ? അൻവർ ഉണ്ടേ വേണ്ട അല്ലേ? ഇല്ല. VT ബൽറാം അതല്ലേ പറഞ്ഞത്, അൻവറിന് വേണമെങ്കിൽ നിൽക്കാം. അങ്ങനെ ഒരു പൊസിഷനിലല്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇന്ന് നിൽക്കുന്നത് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. കാര്യം അതിപ്പോൾ പറയും, ഇപ്പം അനൂപ് അഡ്മിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഫാക്റ്റ് അതാണ്.
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അൻവറിനെ കൂട്ടിയേ മതിയാകൂ, അല്ല എങ്കിൽ കോൺഗ്രസ് നേരിടാൻ അൻവറിനെ അകറ്റി നിർത്തി അൻവറിനെ അടുപ്പിച്ച് നിർത്താൻ ഈ പറയുന്ന വി ഡി സതീശനെ പച്ചയ്ക്ക് മോശം വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ച വി ഡി സതീശനാണ് എന്നെ ചവിട്ടുന്നു എന്ന് പറഞ്ഞ ഞാൻ എല്ലാം നഗ്നനായി നിൽക്കുന്നു, ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് പറഞ്ഞ ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തു. ഇനി കെ സി വേണുഗോപാലിൽ മാത്രമേ എനിക്ക് പ്രതീക്ഷയുള്ളൂ എന്ന് പണ്ട് കെ സി വേണുഗോപാലിനെ വളരെ മോശം ഭാഷയിൽ സംസാരിച്ചിട്ടുള്ള ആള് ഇന്നലെ കെ സി വേണുഗോപാലിനെ പുകഴ്ത്തുന്നത് കണ്ടു. അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് കേരളത്തിലുണ്ട്. ആ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അൻവറിനെ സഹിച്ചേ മതിയാകൂ, അല്ല എങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ട്രബിളിംഗ് ഫോർ യു. യെസ്, അനൂപ്, ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞ ഫ്രാങ്കൻസ്റ്റീൻ മോൺസ്റ്റർ, അത് ഈ അൻവർ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. നേരത്തെ പ്രകാശൻ മാസ്റ്റർ നിങ്ങളോട് ഉന്നയിക്കാൻ പോകുന്ന ചില ചോദ്യങ്ങൾ അൻവർ ഇട്ടുകൊടുത്ത ചോദ്യങ്ങൾ കൂടിയാണ് എന്നുള്ളത് കൂടി വരുന്നുണ്ട്. എന്താണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി ഈ നിലമ്പൂരിൽ തോൽക്കാനുള്ള കാരണം എന്ന് അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ഇനി എന്നെക്കൊണ്ട് കൂടുതൽ പറയിക്കരുത്, ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പിന്നീട് പറയാനുള്ള സമയം വരുന്നു എന്ന് അൻവർ പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. ഇതിനൊക്കെ മറുപടി പറയാതിരിക്കാനും പറയിപ്പിക്കാതിരിക്കാനും ഇപ്പോൾ അൻവർ നിങ്ങളുടെ പക്ഷത്തേക്ക് വന്നാൽ ചോദ്യങ്ങളില്ലാതാകുമോ? ഞാൻ പറയാം. ബഹുമാന്യരായ രണ്ടുപേരും, പ്രകാശ് മാസ്റ്ററും അഡ്വക്കേറ്റ് ലാൽകുമാറും പറഞ്ഞതിന് ഞാൻ മറുപടി പറയാം. ഒന്ന്, സ്വരാജിന്റെ വലിപ്പമാണല്ലോ നിങ്ങൾ പറയുന്നത്. അദ്ദേഹം ലാൽകുമാർ പറഞ്ഞൊരു കാര്യം ഞാൻ പരിപൂർണമായി യോജിക്കുകയാണ്. സ്വരാജിന് സഹ്യപർവ്വതത്തിന്റെയോ ഹിമാലയത്തിലെ എവറസ്റ്റിന്റെയോ വലിപ്പമുണ്ടെന്ന് ഒരു ശരാശരി CPM അനുഭാവിക്ക് വിശ്വസിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് കുറിച്ച് കോൺഗ്രസ്സുകാർക്കുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ വ്യക്തിനിഷ്ഠമാണ്, ആത്മനിഷ്ഠമാണ്. അല്ലാതെ CPM-കാർക്ക് ആവേശം കാണുന്നേ. ഞാൻ അതിനെ സ്വരാജിനെ കുറിച്ച് ഈ സമയം വരെ മോശമായൊന്നും പറഞ്ഞില്ല. CPM-കാർക്ക് രോമാഞ്ചം കൊള്ളാനുള്ള എല്ലാ അവകാശം ഉണ്ടെന്ന് പറഞ്ഞ അതിനപ്പുറത്ത് പൊതുവായൊരു വലിപ്പമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോ CPM-ന്റെ പഴയകാല നേതാക്കന്മാർ, അവർക്ക് കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ അല്ലെങ്കിൽ കർഷക സമരങ്ങളുടെ ഒക്കെ വലിയ പാരമ്പര്യമുള്ള ആളുകളാണ്. ഇപ്പൊ കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത, കരുവള്ളൂരിൽ പങ്കെടുത്ത, പുന്നപ്ര വയലാറിൽ പങ്കെടുത്ത ഈ VS-നെ പോലുള്ള ആളുകളെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആദരിക്കുന്നത് പോലെ. അല്ല, ആ വലിപ്പം പരിശോധിക്കുന്നതിൽ അർത്ഥമുണ്ടോ അനൂപ്? നമുക്കിപ്പോ ആര്യാടൻ ഷൗക്കത്തിന്റെ വലിപ്പം അന്വേഷിച്ചാലും ഇതുപോലെ നമുക്ക് ആര്യാടൻ മുഹമ്മദിനോളം പോലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടി വരും. ഞാനൊന്ന് ഇപ്പൊ പറഞ്ഞു പൂർത്തീകരിക്കാൻ അനുവദിക്കണം. അത് മാത്രമല്ല, ഈ തലമുറയിൽ ഇപ്പോൾ സിന്ധു ജോയ്ക്കുള്ള അത്ര വലിയൊരു സമരാനുഭവങ്ങളുടെ പാരമ്പര്യവും അങ്ങനെ ഗ്രനേഡ് കൊണ്ട അനുഭവമുള്ള ആളൊന്നുമല്ല സ്വരാജ് എന്നായി ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് അദ്ദേഹം ഇപ്പോൾ ലാൽകുമാർ പറയുന്നത് എന്താ, അദ്ദേഹം മലയാള ഭാഷയിൽ വലിയ പാണ്ഡിത്യമുള്ള ആളാണെന്ന അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പൊ ജോസഫ് മുണ്ടശ്ശേരി മത്സരിച്ച നാടാണിത്. ശൈലി വല്ലഭനായ മലയാള നിരൂപണത്തിൽ ഒരു യുഗപ്രഭാവനായ ജോസഫ് മുണ്ടശ്ശേരി LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഇത് ചോദിച്ചാലും ഒരു തിരഞ്ഞെടുപ്പിൽ നടക്കുന്നത് പ്രസംഗ മത്സരമൊന്നുമല്ല. അപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്ത് നിൽക്കുന്നു, ഇപ്പുറത്ത് ഈ പറയുന്ന സ്വരാജ് നിൽക്കുന്നു. ആരാണ് മികച്ചത്? സമദാനി തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ടല്ലേ? ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിൽ സമാധാനിയോളം പ്രസംഗിക്കുന്ന ആളല്ലല്ലോ PT കുഞ്ഞഹമ്മദ് തോറ്റിട്ടുണ്ട്. അപ്പൊ പ്രസംഗം എന്ന് പറയുന്നത് ഒരാളുടെ രാഷ്ട്രീയത്തിന്റെ ഒരു ഘടകമായിരിക്കാം, പക്ഷെ അത് മുഴുവനായി നിർണ്ണയിക്കുന്ന ഒരു വലിപ്പമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയാണ്. CPM അണികളെ സംബന്ധിച്ച്, അനുഭാവികളെ സംബന്ധിച്ച്, ലാൽകുമാറിനെ പോലെ CPM സഹയാത്രികരായ ആളുകളെ സംബന്ധിച്ച് M സ്വരാജ് ഒരു പർവ്വത സമാനനാണെന്ന് വിശ്വസിക്കാനുള്ള, അതിന് ആവേശം കൊള്ളാനുള്ള, പ്രകാശ് മാസ്റ്റർ പറഞ്ഞ പോലെ രോമാഞ്ചപ്പെടാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അത് ഞങ്ങളോട് ചോദിക്കുമ്പോൾ സ്വരാജ് വന്നില്ലേ, നിങ്ങളാകെ പേടിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇവരുടെ ഒന്നും ആവേശപ്പെടാനുള്ള അവകാശം. സ്വരാജിനെ കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ കാണാനുള്ള അവകാശം നിങ്ങൾക്കുമുണ്ട്. പക്ഷേ അതേസമയം നിങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നിങ്ങൾക്കൊപ്പം വരാൻ വേണ്ടി UDF-ന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്ന അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ നിമിഷവും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചടിയാകുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഇപ്പോൾ കേട്ടത്. തീർച്ചയായും അതിലേക്ക് ഞാൻ വരാം. ഇപ്പൊ അൻവർ ഞങ്ങളെ കുറിച്ച് നിരന്തരം മോശമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ലേ? കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ചരിത്രം എന്താ? കരുണാകരനെ നിയമസഭയിൽ വെച്ച് ഏറ്റവും മോശമായ ഭാഷയിൽ ആക്രമിച്ച ആളാണ് MP രാഘവൻ. അദ്ദേഹം ഈ മുന്നണിയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് സമീപനം എന്താ? അതൊക്കെ മുന്നണിയിലേക്ക് വന്നപ്പോഴല്ലേ സാർ? അദ്ദേഹം മുന്നണിയിലേക്ക് വരുന്നതിന് മുൻപ് ഈ കരുണാകരനെ വിമർശിക്കുന്ന ദിവസം പിടിച്ച് നിങ്ങൾ UDF-ലാക്കിയോ?
ഇല്ലല്ലോ. ഞങ്ങൾ അൻവറെ സംബന്ധിച്ചു അൻവർ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുമ്പോഴാണ് വരിക. ഞാൻ അതൊക്കെ പോകട്ടെ, അത് എം വി രാഘവനാണ്. എം വി രാഘവൻ ഏതു ഭാഗത്തും ഉണ്ടെങ്കിൽ തലപ്പൊക്കം പറയാം. അനൂപ് ആ റേഞ്ചിൽ പ്രശ്നമുണ്ട്. സാരിനെ ഡോക്ടർ അല്ല, ഞാൻ പറയുന്നത് ഇത് കേരള അനൂപ് റേഞ്ച് പ്രശ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് പോകുന്നുണ്ട്. അനൂപ് പറയുന്നത് വ്യക്തമാകുന്നില്ല ഇപ്പോൾ ഈ നിമിഷത്തിൽ. ഒന്നുകൂടി ഒന്ന് ആ റേഞ്ച് ശരിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇതിലും മോശമായ ഭാഷയിൽ അങ്ങോട്ട് സംസാരിച്ചിരുന്നവർ, പുലഭ്യം പറഞ്ഞിരുന്നവരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊണ്ട ചരിത്രമുണ്ട്. അതൊക്കെ നമുക്കറിയാം. നമ്മളാരും രാഷ്ട്രീയം അറിയാത്തവരല്ല. രാഷ്ട്രീയം നമ്മൾ പഠിക്കുന്നവരും അത് വിശകലനം ചെയ്യുന്നവരുമാണ്. പക്ഷേ ഈ നിമിഷത്തിലും തിരുത്തിയിട്ടില്ലാത്ത നിങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞതും ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞതും ഒക്കെ അവിടെ ഉണ്ട്. അത് തിരുത്തിയിട്ടില്ലാത്ത ഒരാളിനെയാണ് ഇപ്പോൾ നിങ്ങൾ കൂടെ ചേർക്കാൻ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തിരുത്താൻ നിങ്ങൾ ഒരു പകൽ കൊടുക്കുമോ അദ്ദേഹത്തിന്? നാളെ മുഴുവൻ അദ്ദേഹം അത് തിരുത്തി മറിച്ച് പറഞ്ഞതിന് ശേഷം നാളെ രാത്രി തീരുമാനിക്കാമെന്ന് പറയുമോ? അതോ ഇന്ന് രാത്രി തന്നെ നിങ്ങൾ ഇതൊന്നും തിരുത്താതെ നിങ്ങളുടെ ഹൈക്കമാൻഡ് തീരുമാനിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ഇങ്ങനെ പുലഭ്യം പറഞ്ഞ അൻവറിനെ നിങ്ങൾ ചേർത്ത് നിർത്താൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിന് കാരണം നേരത്തെ അങ്ങ് പറഞ്ഞ ലാൽകുമാറിനോ പ്രകാശൻ മാസ്റ്റർക്കോ മാത്രം പർവ്വതത്തിൻ്റെ വലിപ്പം തോന്നുന്നു എന്ന് വല്ലാതെ താഴ്ത്തി പറഞ്ഞ ആ സ്വരാജ് അവിടെ വന്നതുകൊണ്ടാണ്. ഡോക്ടർ ലാൽകുമാർ, താങ്കളുടെ ആശങ്ക അസ്ഥാനത്താണ്. ഒരു കാര്യവും പേടിക്കേണ്ട. അദ്ദേഹം ഞങ്ങളുടെ ഭാഗമാകുമെങ്കിൽ അദ്ദേഹം അത് തിരുത്തി പറഞ്ഞിരിക്കും. അതിലൊന്നും നിങ്ങൾ ആശങ്കപ്പെടേണ്ട. അദ്ദേഹം ഞങ്ങളുടെ ഹൈക്കമാൻഡിന്റെ സ്ഥാനാർത്ഥിയെ പറഞ്ഞെങ്കിൽ അന്ന് അദ്ദേഹത്തിന് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കേണ്ട ഒരു ബാധ്യതയുമില്ല. അദ്ദേഹം ഈ സിസ്റ്റത്തിന് പുറത്തു നിൽക്കുന്ന ആളാ. ഞങ്ങളുടെ ഭാഗമാകുമ്പോൾ അതിനൊക്കെ ക്ലാരിറ്റി വരുത്തി തന്നെയാണ് അദ്ദേഹം അതിന്റെ ഭാഗമാക്കുക. അതിനൊന്നും താങ്കൾ ആശങ്കപ്പെടേണ്ട. അത് അങ്ങനെ തന്നെ സംഭവിക്കും. ശരി, പ്രകാശൻ മാസ്റ്റർ, ഇപ്പോൾ വരുന്ന സൂചനകൾ അനുസരിച്ച് എന്തായാലും അസോസിയേറ്റ് അംഗം ആയി അൻവറിനെ UDF എടുക്കാൻ മാത്രമുള്ള ഒരു സാഹചര്യമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഈ സ്ഥാനാർത്ഥിയെയൊക്കെ തെറി വിളിക്കുന്ന ആളുകൾ, ഹൈക്കമാൻഡ് തീരുമാനിച്ച സ്ഥാനാർത്ഥിയെയൊക്കെ ഇപ്പോഴും അംഗീകരിക്കാത്ത ആളുകൾക്ക് അസോസിയേറ്റ് അംഗത്വമായിരിക്കണം കൊടുക്കുക. അതുകൊണ്ട് പൂർണ്ണ അംഗത്വം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ അവിടെ ഇപ്പോഴും തർക്കം നടക്കുന്നുണ്ട്. പക്ഷേ PV അൻവർ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞത് പിൻവലിക്കണം എന്നുകൂടി ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കുന്നു. പക്ഷേ സ്വരാജ് എന്ന സ്ഥാനാർത്ഥി വന്നതിന് ശേഷം UDF ഒരു വലിയ അങ്കലാപ്പുണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണമോ ഈ കാഴ്ചകളെ കാണാൻ? അവിടെ ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ CPM ഒക്കെ അവകാശപ്പെടുന്നത് പോലെ അപ്പുറത്ത് വലിയ ഭിന്നതകളാണ്. ഈ പറയുന്ന വലിയ രീതിയിലുള്ള മേന്മയൊന്നും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുകൊണ്ട് അപ്പുറത്ത് വന്നിട്ടില്ല. അതൊക്കെ തകിടം മറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സ്വരാജ് കൂടി വന്നപ്പോൾ ഒന്നുകൂടി നിലമ്പൂരിൽ വലിയ പ്രശ്നത്തിലാണ് UDF എന്ന് തന്നെ നിങ്ങൾക്ക് പറയാമോ? ഈ കഴിഞ്ഞ 6 മാസക്കാലം കേരളത്തിലെ UDF കൊണ്ടു നടന്നിട്ടുള്ള രാഷ്ട്രീയം അൻവറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നുള്ളത് നമ്മളെല്ലാം കണ്ടതല്ലേ. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അൻവർ UDFൻ്റെ ഭാഗമായല്ലേ ഇടതുപക്ഷ മുന്നണിയെ നേരിടാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നത്. അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളെ സംബന്ധിച്ച് നടന്നിട്ടുള്ള അന്വേഷണങ്ങളിൽ അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ ഒന്നുപോലും കഴമ്പില്ല എന്നുള്ള കാര്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒറ്റക്കെട്ടായിട്ട് തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടിയിട്ട് ആണല്ലോ അൻവറും അതുപോലെ UDFും മുന്നോട്ടേക്ക് വന്നത്. ആ അൻവർ നടത്തിയിരിക്കുന്ന അഭിപ്രായ പ്രകടനം തങ്ങൾ ഒരു കാരണവശാലും ബാധിക്കില്ല എന്ന് എങ്ങനെ പറയാൻ വേണ്ടി കഴിയുക? ഇപ്പോൾ ഇവിടെ ഒരു സ്ഥാനാർത്ഥി, കോൺഗ്രസിനെ പോലുള്ളൊരു പാർട്ടിയോട് അതിൻ്റെ സ്ഥാനാർത്ഥി ഇന്നയാളായിരിക്കണം എന്ന് പറയാൻ മാത്രമുള്ള ബന്ധം അൻവറിന് ഈ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയല്ലേ. അദ്ദേഹം ജോയിയുടെ പേര് പറഞ്ഞു നേരത്തെ എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം അടുപ്പം ഉണ്ടായിരുന്ന അൻവറാണ് ഇപ്പോൾ നിങ്ങളെപ്പറ്റി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ വിസ്മരിക്കാൻ വേണ്ടി കഴിയുക? പിന്നെ ഇന്നലെ പോലും കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം എന്താ?
ഇവിടെ അൻവർ നിലപാട് മാറ്റണം, നയം വ്യക്തമാക്കണം. ആരാ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. അൻവറാണ് തീരുമാനിക്കേണ്ടത്. പറഞ്ഞിരിക്കുന്ന ആരാ? KPCC അധ്യക്ഷനാണ്. പക്ഷേ അൻവർ ഒന്നും പറയാതെ അൻവർ നയം അൻവർ പറഞ്ഞു, ഞാൻ നയം വ്യക്തമാക്കുന്ന പ്രശ്നമില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി മോശമാണ്, നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത് പല കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്, നിങ്ങൾ ചില ആളുകളെ തഴയുന്നു എന്നെല്ലാമുള്ള നിലക്ക് കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പുലഭ്യങ്ങൾ അവയെല്ലാം മാറ്റി പറയണമെന്നാണല്ലോ അൻവർ നയം വ്യക്തമാക്കണം എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഞാൻ ചോദിക്കട്ടെ, അനൂപിനോട് നയം വ്യക്തമാക്കിയോ? എന്തെങ്കിലും മാറ്റം പറഞ്ഞോ? ഒരു മാറ്റവും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഒരു മാറ്റവും പറയാത്ത അൻവർ ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാനാവില്ല എന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എത്തിയത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് എതിരിടാനാവാത്തൊരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അൻവറിനെ എങ്ങനെയും പുണരണം എന്ന നിലക്കുള്ള ആലോചനയിൽ നടക്കുന്നത്. എങ്ങനെയാണ് കോൺഗ്രസിനെ പോലുള്ള പാർട്ടിക്ക് സാധ്യമാവുക? ഇത്ര ഗൗരവമായ നിലയ്ക്ക് നിങ്ങൾ വിമർശിച്ച, സ്ഥാനാർത്ഥി വിമർശിച്ച, കോൺഗ്രസ് പാർട്ടിയെ ഭത്സിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്ന, മാറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് മുന്നണിയുടെ ഭാഗമായിട്ടൊരു പാർട്ടിയായിട്ട് കൊണ്ടുവരാൻ എങ്ങനെയാ തോന്നുന്നത്? അപ്പോൾ അടിയറവ് പറയലാണ്. അടിയറവ് പറയാതെ രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക്, സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കെല്ലാം മനസ്സിലാവുമെന്ന് കോൺഗ്രസ് ധരിക്കുന്നത് നല്ലതാണ്. കോൺഗ്രസ് ഇതുപോലെയൊരു ഗതികേട് സമീപകാലത്തൊന്നും കേരളത്തിൽ എത്തിയിട്ടില്ല. പിന്നെ പഴയ കാലത്ത് സ്വതന്ത്രമാരെ മത്സരിച്ച് കുറിച്ച് പറയുന്നത് കേട്ടാന്ന് തോന്നുക, കേരളത്തിലെ സമീപകാല തെരഞ്ഞെടുപ്പിൽ എന്തോ UDF മുന്നേറിയെന്നല്ലേ? 4 സ്ഥലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. 3 സ്ഥലത്ത് UDF MLA മാരാണ്, 1 സ്ഥലത്ത് LDF MLA ആണ്. എന്തായിരുന്നു 4 ഫലം? നേരത്തെ ഉണ്ടായിരുന്നു 3 സീറ്റ് UDF-ന്, LDF-ന് 1 സീറ്റ്. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഞങ്ങൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. എന്ത് മുന്നേറ്റം? എവിടെയെങ്കിലും LDF-ന്റെ സീറ്റുകൾ പിടിച്ചോ? അത് വലിയ മേന്മയായിട്ട് പറഞ്ഞു നടക്കാൻ. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഈ കേരളത്തിലെ രാഷ്ട്രീയത്തെ നിർണായകമായിട്ട് സ്വാധീനിക്കുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. കാരണം അത്രയേറെ കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്തൊരു ഗവൺമെൻറ്റാണ് LDF-ന്റെ ഗവൺമെൻറ്. ആ ജനങ്ങൾ മറ്റേതൊരു കാലത്തെക്കാളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ സന്ദർഭം. ആ സമയത്ത് സ്വരാജിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് LDF-ന് സാധിച്ചു എന്നുള്ളത് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്, നിങ്ങളെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. അൻവറെ കെട്ടിപ്പുണരാതെ നിൽക്കാനാവില്ല എന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഈ ഒടുവിലത്തെ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, ലാൽകുമാർ, ഇപ്പോൾ വരുന്ന വാർത്തകൾ ഇങ്ങനെയാണ്. ചർച്ചകൾ വഴിമുട്ടുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ. PV അൻവറിൻ്റെ UDF പ്രവേശനം വഴിമുട്ടുകയാണ്. അസോസിയേറ്റ് അംഗമായി ഉൾപ്പെടുത്താമെന്ന് UDF യോഗത്തിലൊരു തീരുമാനമുണ്ട്. പക്ഷേ PV അൻവർ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞത് പിൻവലിക്കണം. ഇതിനുശേഷം അസോസിയേറ്റ് അംഗത്വം പരിഗണിക്കാമെന്നും ധാരണ. തീരുമാനം അൻവറിനെ അറിയിക്കും. UDF-ൽ അംഗത്വമല്ലാതെ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് PV അൻവർ. നാളെ രാവിലെ അൻവർ മാധ്യമങ്ങളെ കാണും. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ എന്തൊക്കെയാണ് അവിടെ അൻവർ വിളിച്ചു പറഞ്ഞതെന്നുള്ളത് നമുക്കറിയാലോ. ഇത് എന്നിട്ടും അൻവർ നാളെ രാവിലെ എഴുന്നേറ്റ് തിരിച്ചു പറയുകയാണെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും UDF അതൊക്കെ മാറ്റി തിരിച്ചെടുക്കും. തിരിച്ചു പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ അനൂപ് പോലും അങ്ങനത്തെ ഒരു വല്ലാത്ത ഗതികേടിലാണ് നമ്മുടെ ചർച്ചയിലിരുന്ന് പറയേണ്ടി വന്നത്. അനൂപിന് വ്യക്തിപരമായി എനിക്കറിയാം, അനൂപ് അങ്ങനെ അത് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അങ്ങനെ ഒരു തീരുമാനം ഒക്കെ ആളുകളുടെ മുമ്പിൽ പറയുന്നതിനെ വല്ലാതെ ചമ്മലോടെ കാണുന്ന ഒരാൾ തന്നെയാണ് അനൂപ് എന്നുള്ളത് എനിക്കറിയാം. അദ്ദേഹം മുൻപൊക്കെ എടുത്ത നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അനൂപിനെ കുറിച്ച് പറഞ്ഞത്. ലാൽകുമാർ, ഇതെന്ത് പ്രതിസന്ധിയിലാണിപ്പോൾ? സ്വരാജ് വന്നതുകൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് UDF? അല്ല, ഇപ്പം നോക്കൂ, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് VD സതീശൻ എന്ന് പറയുന്ന ആൾ ഒരു നിലപാട് അൻവറുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ചാനലുകൾ മൊത്തം പറയുന്നത് VD സതീശൻ്റെ നിലപാടാണ് യഥാർത്ഥത്തിൽ അൻവറിൻ്റെ UDF-ലേക്ക് അല്ലെങ്കിൽ അൻവറിന് UDF-ലേക്ക് കയറാൻ ഒരു വിലങ്ങുനടിയായി നിൽക്കുന്നതെന്ന്. അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോൾ ഈ UDF മീറ്റിംഗ് അവസാനത്തെ മീറ്റിംഗൊന്നും അല്ലല്ലോ. അപ്പം ഈ UDF-ൻ്റെ ഇന്ന് അൻവർ മാപ്പ് പറയുകയും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ നമ്മൾ കേറ്റില്ല, അതെന്തിനാണ് ഇന്ന് ചർച്ച ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നോക്കൂ, ഇന്നലെ ഇവരെല്ലാം പറഞ്ഞെന്താ? ആ ചാപ്റ്റർ അടഞ്ഞിരിക്കുന്നു. ഇന്നലെ VD സതീശൻ പറഞ്ഞത് അൻവർ വ്യക്തമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആര്യാടൻ ചൗക്കത്തുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞത് അത് പിൻവലിക്കുക, അത് മാപ്പ് പറയുക ആണല്ലോ. അത് കഴിഞ്ഞ് UDF-ന് സപ്പോർട്ട് പ്രഖ്യാപിക്കുക. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ഇപ്പം ലാല് പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. അതല്ലാതെ വേറെന്താ പറഞ്ഞേ?
അത് ഇന്നലെ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പം ആ പൊസിഷൻ തന്നെ വീണ്ടും എത്താൻ അവരെന്ത് ചർച്ചയാണ് നടത്തുന്നത്? അല്ലെങ്കിൽ ആ പൊസിഷൻ വളരെ ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണെങ്കിൽ എന്തിനാണ് ആ വിഷയം അവർ വീണ്ടും ചർച്ച ചെയ്യുന്നത്? അവിടെയാണ് അനൂപ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി UDF-ന് അകത്ത് നിൽക്കുന്നത്. നോക്കൂ, അനൂപിനോട് നമുക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, ഇവിടെ ഉള്ളവർക്ക് ആർക്കും വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു, അത് നല്ലതുമാണ്. അദ്ദേഹം വളരെ ജനാധിപത്യപരമായി അദ്ദേഹത്തിൻ്റെ വാദം വെക്കുന്നു. അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വാദം നമുക്ക് എതിർക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്നതിനകത്തെ പ്രോബ്ലംസ് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റുമല്ലോ. ഇന്നലെ പറഞ്ഞ പൊസിഷൻ വീണ്ടും ഇന്ന് പറയാനായിട്ട് അവരെന്തിന് ഇന്ന് മീറ്റിംഗ് കൂടി? UDF കൂടേണ്ട കാര്യം പോലും ഇല്ലല്ലോ. അൻവറിൻ്റെ കാര്യം ക്ലോസ്ഡ് ചാപ്റ്റർ അല്ലേ? അപ്പോൾ സ്വരാജ് വന്ന ശേഷം യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ചർച്ച നടത്തേണ്ടതായിട്ട് UDF-ന് വന്നു എന്നുള്ളതാണ്. അതിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം VD സതീശൻ ആയിരിക്കാം വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഒന്ന്, അടുത്തൊരു പ്രശ്നം ഇവിടെ അനൂപ് പറഞ്ഞൊരു കാര്യം സ്വരാജിൻ്റെ വലുപ്പവുമായി ബന്ധപ്പെട്ട. നോക്കൂ, അദ്ദേഹം തന്നെ കമ്പയർ ചെയ്തൊരു പ്രശ്നം, അദ്ദേഹത്തിൻ്റെ കമ്പാരിസണിനകത്തൊരു പ്രശ്നമുണ്ട്. അദ്ദേഹം കമ്പയർ ചെയ്തത് EMS നമ്പൂതിരിപ്പാടിൻ്റെ അത്രയും വലിപ്പമുണ്ടോ, അല്ലെങ്കിൽ നായനാറുടെ അത്രയും വലിപ്പമുണ്ടോ, കൃഷ്ണപിള്ളയുടെ അത്രയും വലിപ്പമുണ്ടോ സ്വരാജിന് എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, കൃഷ്ണപിള്ളയുടെയോ അല്ലെങ്കിൽ നായനാറുടെയോ അല്ലെങ്കിൽ നമ്പൂതിരിപ്പാടിൻ്റെയോ 45-ാമത്തെ വയസ്സിൽ അല്ല നമ്പൂതിരിപ്പാടായത്. നമ്മൾ 96-ലെ നമ്പൂതിരിപ്പാടിനെ കുറിച്ചാണ് നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അല്ലേ? കാര്യം ഏറ്റവും ടോളസ്റ്റ് ഫേസിൽ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരൻ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടം വരെ അദ്ദേഹത്തിന് വളർച്ച കിടക്കുകയാണ്. നമ്മൾ നോക്കേണ്ടത് 45-ാമത്തെ വയസ്സിൽ നിൽക്കുന്ന സ്വരാജിന് നമ്പൂതിരിപ്പാടിന് അത്രയും പൊക്കം വരാൻ, അല്ലെങ്കിൽ നായനാരെക്കാട്ടിലും പൊക്കം വരാൻ, നമ്പൂതിരിപ്പാടിനെക്കാട്ടിലും പൊക്കം വരാൻ സാധ്യതയുള്ളൊരു നേതാവാണോ എന്ന ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. കേരളത്തിൽ സ്വരാജിൻ്റെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യലുള്ള നമ്മുടെ കേഡറിലാണ് അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ഉള്ളതെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിൻ്റെ വിമർശനം അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ കോൺഗ്രസിനകത്ത് കോൺഗ്രസ്സുകാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന അത്രയും അക്കാഡമിക്കൽ ബ്രില്യൻസ് ഉള്ള ടോളസ്റ്റ് നേതാക്കന്മാരുടെ പേര് ഞാൻ 45 വയസ്സിൽ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത്ര എളുപ്പം നിങ്ങൾക്കും പറഞ്ഞ് അവസാനിപ്പിക്കാനൊന്നും പറ്റില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരാളെ നമ്മൾ വിലയിരുത്തുമ്പം നിങ്ങൾ നമ്പൂതിരിപ്പാടുമായിട്ട് കമ്പയർ ചെയ്യുക. ഞാനിപ്പം രാഹുൽ ഗാന്ധിയെ കമ്പയർ ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റുവുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വെക്കുമോ? AICC പ്രസിഡന്റ് ആയിരുന്നവരാണ് രണ്ടുപേരും. പ്രധാനമന്ത്രി ആയ പ്രധാനമന്ത്രി അല്ലെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാളാണ് ഒരാൾ. ഏതേലും തരത്തിൽ ഏതേലും റേഞ്ചിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? രാഹുൽ ഗാന്ധി ചിലപ്പം നെഹ്റുവിനെ പോലെ ഒരാളാകുമായിരിക്കാം. അത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വഴി ആക്കേണ്ട കാര്യമാണ്. നമ്മൾ പറയുന്നത് ഇഫ് യു കമ്പയർ ആപ്പിൾ വിത്ത് ഓറഞ്ചസ് യു വിൽ നോട്ട് റീച്ച് എനിവെയർ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനൂപ് ഇച്ചിരൂടെ യുക്തിപരമായതിനെ ഞാൻ പറയുന്ന വിമർശനത്തിനെ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 46 വയസ്സ് മറ്റാണ് സ്വരാജ് ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ സമരം, അദ്ദേഹം ഈ സംസ്ഥാനത്ത് പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ വ്യക്തത നോക്കൂ. രാഷ്ട്രീയ വ്യക്തതയില്ലാത്ത ഒരു വലിയ സമൂഹത്തിലാണ് നമ്മൾ പറഞ്ഞാൽ ഒരു സംഘപരിവാറിനെതിരെ, ഫാസിസത്തിനെതിരെ മതനിരപേക്ഷ നിലപാട് ഉറപ്പിച്ചു പറയാനുള്ള ശക്തി, നിലപാടിൽ നിന്ന് മാറ്റമില്ലാതെ നിൽക്കുക. നമ്മൾ 4 പേര് പറഞ്ഞു കഴിയുമ്പോഴത്തേന് അഭിപ്രായം മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഇല്ലാതെ ശക്തമായി നിൽക്കുക. ഇതൊക്കെ ഒരാളിൽ കൊണ്ടിരുന്ന ക്വാളിറ്റീസാണ്. ആ ക്വാളിറ്റീസ് വെച്ച് 46-ലെ മൗണ്ടൻ്റെ ഒരു ശക്തി അദ്ദേഹത്തിനുണ്ട്. വെദർ യു ആർ കമ്പയറിംഗ് ദാറ്റ് വിത്ത് ഹിമാലയാസ് ഐ ഡോണ്ട് നോ. അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തേണ്ട. മൗണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹിമാലയം മാത്രമേ നോക്കത്തുള്ളൂ എന്ന് ചോദിച്ചാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. 45-ലെയോ അല്ലെങ്കിൽ 46-ലെയോ മറ്റു കോൺഗ്രസ് ഇപ്പം പിന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ട് വന്നിരുന്ന ആൾക്കാരെ എടുത്തു നോക്കൂ. 45-ാമത്തെ വയസ്സിൽ VD സതീശൻ എന്തായിരുന്നു നമുക്ക് വേണേൽ ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. താങ്കളെ പോലെ ഒരാൾ അങ്ങനെ ഒരു നിലപാടെടുക്കുമെന്ന് ഞാൻ കരുതുന്നു. അനൂപ്, സ്വരാജിൻ്റെ വലിപ്പം എത്ര എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച അല്ല നമുക്ക് പിന്നെയും ചർച്ച ചെയ്യാം. പക്ഷേ എത്രമാത്രം അദ്ദേഹം സ്വാധീനം ഈ സമൂഹത്തിൽ ചെലുത്തുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഇടയിലെങ്കിലും ഉണ്ട് എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. UDF-നെ കൊണ്ടെങ്കിലും ചർച്ച ചെയ്യിപ്പിക്കാൻ ഇന്നലെ തെറി വിളിച്ചു നിൽക്കുന്ന അൻവറിനെ എടുക്കണോ വേണ്ടയോ എന്ന് പെട്ടെന്ന് ഒന്ന് ആലോചിക്കാൻ വീണ്ടും യോഗം കൂടാൻ മാത്രം പ്രസക്തി സ്വരാജിൻ്റെ വരവിനുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യം സ്വരാജ് വലിപ്പമുള്ള ഒരാളാണെന്ന് മറുഭാഗത്തുനിന്ന് പറയുമ്പോൾ സ്വരാജ് വലിപ്പമില്ല എന്ന് പറഞ്ഞ് ചർച്ച ആ തരത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തുടക്കത്തിലെടുത്ത സ്റ്റാൻഡ് എന്താ, വലിപ്പമില്ല എന്നൊക്കെ പറയുന്നത് വ്യക്തിനിഷ്ഠമാണ്.
അഡ്വക്കേറ്റ് ലാലിന് അദ്ദേഹത്തിന് സ്വരാജ് ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി ആണെന്ന് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. പക്ഷെ അത് അദ്ദേഹം എന്നെ കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് അംഗീകരിപ്പിക്കണമെന്ന് കരുതുന്നിടത്താണ് പ്രശ്നം. അല്ല, അവിടെ അല്ല പ്രശ്നം. അനൂപിന്റെ വ്യക്തിപരമായ കാര്യമല്ല, UDF തന്നെ അവിടെ യോഗം കൂടിയത് തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. UDF യോഗം കൂടിയത് തെളിയിച്ചിരിക്കുന്നു ഇന്നത്തെ ദിവസം എന്നുള്ളതാണ്. ഞാൻ അതിലേക്കൊക്കെ വരാന്നേ, UDF യോഗത്തിലേക്കൊക്കെ വരാം. പിന്നെ അദ്ദേഹം ചോദിച്ചു സ്വരാജിന്റെ പ്രായത്തിൽ സ്വരാജിന്റെ അത്ര സ്വാധീന ശക്തി അതിലേക്കൊന്നും പോവല്ലേ. അല്ല, ഒരു മിനിറ്റ് പ്ലീസ്, ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പോ കോൺഗ്രസിൽ എത്ര നേതാക്കളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു പിടി നേതാക്കളുണ്ടെന്ന് ഏതെങ്കിലും കുറച്ചു പേരുടെ പേര് മാത്രമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പറയുന്ന വായനയുടെ എഴുത്തിന്റെ അത് അദ്ദേഹത്തിന്റെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ചിലരൊക്കെയാണ് എഴുത്തും വായനയുള്ളവർ, ബാക്കിയൊക്കെ രാഷ്ട്രീയമായി നിരക്ഷരരാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്ന് വരുന്ന പ്രശ്നമാണ്. ഇപ്പൊ പുസ്തകം വായിക്കുക, എഴുതുക, പ്രസംഗിക്കുക, ദൈനംദിന വ്യവഹാരങ്ങൾ. അല്ല, ഞാൻ പറയുന്നത് എത്ര പേര് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും? പിന്നെ ചർച്ച അതിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ സ്വരാജിനെ കുറിച്ച് പറയുന്നു, അപ്പൊ സ്വരാജിന്റെ കുഴപ്പം ഞാൻ പറയുന്നു. അങ്ങനെ കൊണ്ടുപോയിരുന്ന ഞാൻ പറഞ്ഞേ. ഞാൻ പറയുന്നത് താങ്കൾ അതിനിടയ്ക്ക് ചോദിച്ച ഒരേ ഒരു ഞാനൊന്ന് ഇടപെട്ടാല് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തരുത്. ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ കോൺഗ്രസിൽ ഉണ്ടാകാം, ആ കോൺഗ്രസിൽ താങ്കൾ പറയുന്ന പേര് എനിക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് ആകണമെന്നില്ല. താങ്കൾ സ്വരാജിനെ കുറിച്ച് കരുതുന്ന പോലെ ഞാനും അത് റദ്ദ് ചെയ്ത് കളയും. അതുകൊണ്ട് അപ്പുറത്തില്ല എന്ന് വിചാരിക്കരുത്, അപ്പുറത്ത് ഉണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു. അപ്പൊ എന്റെ ആ ഡിസ്പൊസിഷൻ അടുത്ത പ്രശ്നം. ഈ ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് പറഞ്ഞാലും അങ്ങനെയൊക്കെ എഴുതുകയും വായിക്കുകയും അല്ലെങ്കിൽ സിനിമ എടുക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. പക്ഷെ അന്ന് അദ്ദേഹം എടുത്ത സിനിമ തന്നെ അൻവർ തള്ളി പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം എടുത്ത സിനിമകളും പറഞ്ഞ നിലപാടുകളിൽ നിന്നും മാറുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ ചിന്തകളിൽ മാറ്റങ്ങൾ വരുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം എന്താണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസം വന്ന് കണ്ണീരൊലിപ്പിച്ച് കാണിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടല്ലോ. അതൊക്കെ അദ്ദേഹം നേരത്തെ എടുത്ത നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ പ്രകാശൻ മാസ്റ്റർ രാഷ്ട്രീയമായിട്ട് നമ്മൾ ഈ പോരാട്ടത്തെ കാണുകയാണല്ലോ. പ്രകാശൻ മാസ്റ്റർ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ അനൂപേ, അതായത് UDF എന്തിനിന്ന് ഈ യോഗം ചേർന്നു, എന്ത് കാര്യമാണ് അവിടെ ചർച്ച ചെയ്തത്? ഈ അൻവറിനെ എങ്ങനെ കൈകാര്യം, ഒറ്റ കാര്യമല്ലേ അവിടെ ചിന്തിക്കാനുള്ളൂ. ഹൈക്കമാൻഡ് പറഞ്ഞ സ്ഥാനാർത്ഥിയെ എതിർത്ത പുലഭ്യം പറഞ്ഞ ഈ അൻവറിനെ 2 വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ലേ വേണ്ടത്? അല്ല, നിങ്ങൾ എന്താ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നേരം? അതെ, ഞാൻ അതിലേക്ക് വരാം. ഇപ്പോ അൻവർ ഒരു എഫക്റ്റ് എല്ലാ തെരഞ്ഞെടുപ്പിനകത്ത് എന്ന് പറഞ്ഞത് CPM നേതാക്കന്മാരാണല്ലോ. അപ്പോൾ ഞങ്ങൾ അൻവറെ കൂടെ കൂട്ടിയാലും കൂടെ കൂട്ടിയില്ലെങ്കിലും അതൊരു സ്വാധീനവും ഉണ്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ അതിൽ എന്താണ് പരിഭ്രമിക്കാനുള്ളത്? ഇതിപ്പോ തലേ ദിവസം വരെ ഇപ്പോ ഞങ്ങളുടെ കൂടെ ഇത് പരിഭ്രമത്തിന്റെ പ്രശ്നമല്ല, പരിഭ്രമമല്ല. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു കൗതുകവും ആശ്ചര്യവും ആളുകൾക്കുണ്ടാക്കുന്നു. രാഷ്ട്രീയമായി കോൺഗ്രസിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ. എന്താണ് ഈ കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ നേതാക്കൾ തന്നെ എഴുതിയ FB പോസ്റ്റിനെതിരെയല്ലേ ഇതൊക്കെ? ഞാനൊരു കാര്യം പറയട്ടെ താങ്കളോട്. താങ്കൾ ഇപ്പോൾ അൻവറിന്റെ കാര്യം ചോദിക്കുന്നു. ഇവിടെ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ CPM സാരിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന നിമിഷവും അദ്ദേഹം ഞങ്ങൾ ഉൾപ്പെട്ട KPCCയുടെ മീഡിയ പാനലിസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളാണെന്നേ. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലല്ലോ ഇതൊന്നും സംഭവിക്കുന്നത്. നിങ്ങൾ തലേ ദിവസം എന്ന് പറയുമ്പോൾ തൊട്ട് മുൻപ് വരെ CPM-നെതിരെ അതിനിന്ദ്യമായി വ്യക്തിപരമായും ഇപ്പൊ നമ്മളൊക്കെ അതിനെ നിങ്ങൾ വിമർശിച്ചല്ലോ, അതിനെ നിങ്ങൾ എതിർത്തല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് പറയാൻ പാടില്ല. ശരിയാണ്, ഇതാണ് തുടരേണ്ടതെന്നാണ് പറയേണ്ടത്. നിങ്ങൾ സാരിനെ പോലെ ഒരാളെ CPM കോൺഗ്രസിന്റെ ഒരു ഈ പറയുന്ന 4ാം നിരയിലോ 5ാം നിരയിലോ നിൽക്കുന്ന ഒരാളായ സരിനെ പോലെ ഒരാളെ നിങ്ങൾ അതിന്റെ ഭാഗമാക്കുമെങ്കിൽ 2 പ്രാവശ്യം ഈ പറയുന്ന MLA ആയ ഒരാളെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ തള്ളി പറഞ്ഞു വന്നാൽ ഞങ്ങളുടെ ഭാഗമാക്കുന്നതിന് ഞങ്ങൾക്ക് എന്താണ്? അല്ല, നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങൾ എതിർഭാഗത്തെ നിലപാടുകളെ തള്ളിപ്പറഞ്ഞു വന്നാൽ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് മനസ്സിലാക്കാം. ഇപ്പോൾ അൻവർ നിങ്ങളുടെ നിലപാടുകളാണ് തള്ളുന്നത്, നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എതിർക്കുന്നത്, നിങ്ങളുടെ ഹൈക്കമാൻഡ് തീരുമാനിച്ച് പ്രഖ്യാപിച്ച ആളിനെയാണ് പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം മാറ്റി പറയാതെ തന്നെ നിങ്ങൾ UDF യോഗം കൂടി അദ്ദേഹത്തെ അകത്ത് നിർത്തുന്നത് എന്ത് ആലോചന കൊണ്ടാണ്? സ്വരാജിനെ പോലെ ഒരാൾ അപ്പുറത്ത് വരുമ്പോൾ തോറ്റുപോകുമോ, വോട്ട് കുറയുമോ എന്ന പേടിയാണ് സാർ. ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. പ്രകാശൻ മാസ്റ്റർ, എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. അതിനു മുമ്പ്
ഇതിനൊരു മറുപടി വേണ്ടേ? എന്തിനാണ് നിങ്ങൾ എതിർത്ത് അപ്പുറത്തേക്ക് പോകുന്ന ആളുകൾ UDF-ലേക്ക് എടുക്കുന്നതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ വിമർശിക്കുന്നത് എന്നൊരു ചോദ്യത്തിന് മറുപടി ഉണ്ടോ പെട്ടെന്ന്? അല്ല, UDF-ലേക്ക് എടുക്കുന്നതല്ല. ഇക്കഴിഞ്ഞ 6 മാസക്കാലം UDF-ന്റെ ഭാഗമാണല്ലോ അൻവർ ഉണ്ടാക്കിയതല്ലേ ഈ തെരഞ്ഞെടുപ്പ്. അൻവറിന് വേണ്ടിയല്ലേ 6 മാസക്കാലമായിട്ട് UDF പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. അൻവറിൻ്റെ വാദങ്ങളല്ലേ അവർ ഇത്രയും കാലം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അൻവർ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ അവർ സ്ഥാനാർത്ഥി നിർത്തിയത്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ അവരുടെ കരണത്തേറ്റ അടിയാണ് അൻവറിൻ്റെ പ്രസ്താവന എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ ആ അടി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ, അടിക്കുന്ന കൈ അത് പുണരാൻ ഇപ്പോൾ കോൺഗ്രസ് തയ്യാറാവുന്നതിന് കാരണം പറഞ്ഞാൽ മതി. എന്തിനാണ് ഇങ്ങനെ തങ്ങളെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തെ നയവ്യക്തമാക്കിയാലേ എടുക്കുള്ളൂ എന്ന് ഇന്നലെ വരെ പറഞ്ഞിരിക്കുന്ന, അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അൻവറിനെ ഉൾപ്പെടുത്തുന്ന കാര്യം ചർച്ച ചെയ്യാൻ എന്തിനാണ് ഇന്ന് UDF ചേർന്നത്? അത് സംബന്ധിച്ച് അവർ പറയേണ്ടത്. അതിന് ഉത്തരവുണ്ടെങ്കിൽ അതാ പറയേണ്ടത്. അതിലാ കേരളത്തിലെ ജനങ്ങൾക്ക് സംശയം. അത് പറയട്ടെ. എങ്ങനെയെങ്കിലും അൻവറെ ഒന്ന് മാപ്പ് പറഞ്ഞ് ഈ ഷൗക്കത്തിനെ ഒന്ന് അംഗീകരിച്ച് എങ്ങനെയെങ്കിലും ആളുകളുടെ മുമ്പിൽ അങ്ങനെ ഒരു കാഴ്ച ഉണ്ടാക്കി ഞങ്ങൾക്ക് എടുക്കാൻ പാകത്തിലായി തരണേ എന്നാണോ പ്രകാശ് മാസ്റ്റർ? അതാണോ ഇവരുടെ അഭ്യർത്ഥനയായി ഇന്ന് UDF അങ്ങനെയാണ് ചിന്തിച്ചതെന്നാണോ താങ്കൾ കാണുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഇത്രയേറെ തരം താണാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബോർഡ് ഒരു പാർട്ടിക്കാവുന്നു എന്നുള്ളത് വലിയ നാണക്കേടാണ് എന്ന് ഞങ്ങൾക്കല്ല, കോൺഗ്രസ്സുകാർക്ക് അറിയാലോ. അവർ പറയുന്നുണ്ടല്ലോ ഈ മനുഷ്യൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യം എന്താണ്? അദ്ദേഹം ഇങ്ങനെ തെറി പറഞ്ഞു കൊടുക്കും, അദ്ദേഹം ചവിട്ടാണ് നിങ്ങളെ. അപ്പോൾ കാല് കെട്ടിപ്പിടിക്കേണ്ട ആവശ്യം എന്താണ്? ഇത് ഞങ്ങൾ ചോദിക്കുന്നതല്ല, ഇത് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നു. അതുകൊണ്ട് കൂടിയാണ് ഇവിടെ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ സാർവത്രികമായ സ്വീകരണം ഉണ്ടാവുന്നതിൻ്റെ കാരണം അതുകൂടിയാണ്. അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്ന നല്ലതാണ് ഞാൻ പറയുന്നത്. അവര് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഇങ്ങനെ തങ്ങളെ തൊഴിച്ചിരിക്കുന്ന അൻവറിനെ വീണ്ടും കെട്ടിപ്പിടിക്കാൻ എന്താണ് കാരണം? അത് പറയണവര്, അത് പറയവർ ബാധ്യസ്ഥയല്ലേ? കെ മുരളീധരനും മറ്റ് കോൺഗ്രസ്സുകാരും ഒക്കെ വിചാരിച്ചിരുന്നത് ഏതോ ഡോക്ടർമാരുടെ പുറകെയൊക്കെ നിങ്ങൾ പോകുന്നുണ്ട്, അപ്പോൾ ഡോക്ടർമാർ അവിടെ വരും, അതിൻ്റെ പിന്നാലെ കുറേ ട്രോളുകളൊക്കെ അവർ ഇറക്കുകയും ചെയ്തു. ആ പ്രതീക്ഷയ്ക്ക് പിന്നാലെ പൊയ്ക്കോട്ടെ, അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു പ്രഖ്യാപനം നടത്താം. നിങ്ങളുടെ ഒരു തന്ത്രമായിരുന്നോ ഇതൊക്കെ, ഈ സ്വരാജിനെ ഇപ്പോൾ ഇറക്കിയത്, ഇങ്ങനെ ഇറക്കിയത്? ഈ പ്രധാന നേതാക്കന്മാരടക്കം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ആളുകൾ ഞങ്ങളെ പരിഹസിച്ച വിഷയം എന്താ? സ്ഥാനാർത്ഥിയെ കിട്ടുന്നില്ല, പരതുകയാണ്, അന്വേഷിക്കുകയാണ്, CPM-ൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ ധൈര്യമില്ല. ഇതായിരുന്നല്ലോ കഴിഞ്ഞ 2 ദിവസക്കാലമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ വർത്തമാനം. അബ്ദുറബിൻ്റെ ഉൾപ്പെടെ ട്രോൾ അതിൻ്റെ മേലെയല്ലേ? പക്ഷേ അവർക്കെല്ലാം കരണത്തൊരടി നൽകിക്കൊണ്ട് ഇവിടെ ഞങ്ങൾ സ്വരാജിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചപ്പോൾ അവർ അങ്കലാപ്പിൽ പെട്ടിരിക്കുന്നു, എന്ത് ചെയ്യാമെന്ന അവസ്ഥ എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ചവിട്ടുന്ന കാല് കെട്ടിപ്പിടിക്കാൻ അവർ മുന്നോട്ടേക്ക് വരാൻ തയ്യാറാവുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അല്ലെന്ന് അവർ പറഞ്ഞാൽ അത് കോൺഗ്രസ്സുകാർക്ക് പോലും ബോധ്യമുള്ള ന്യായമായിരിക്കില്ല എന്നവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ മണ്ഡലത്തിൽ സാർവത്രികമായിട്ട് ആ ചിന്ത വ്യാപകമായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളെല്ലാം നേരിട്ട് കേൾക്കുന്ന, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. യെസ്, അത് ആ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന പൾസുകളിൽ നിന്നൊക്കെ വ്യക്തമാണ്. അവിടെ ചെറുപ്പക്കാർ രാഷ്ട്രീയ ഭേദമന്യേ ഈയൊരു തന്ത്രപരമായ ഇടത് നീക്കത്തെ സ്വാഗതം ചെയ്തു എന്നാണ് ഇന്നത്തെ എല്ലാ ഫീഡ്ബാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ലാൽകുമാർ നോക്കൂ, ഇപ്പോൾ ഘടകകക്ഷിയാക്കാൻ ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. AICC നേതൃത്വത്തിന് എതിർപ്പുണ്ട്. UDF യോഗത്തിൽ നിലപാട് കോൺഗ്രസ് വിശദീകരിച്ചു എന്നാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്ന തിരക്കിൽ എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലൊക്കെ വോട്ട് കിട്ടാൻ നോക്കുന്ന തിരക്കിലാണ്. വെപ്രാളം നേരത്തെ പറഞ്ഞതുപോലെ, പ്രകാശ് മാഷ് പറഞ്ഞതുപോലെയൊക്കെ ഉണ്ട്. ആര്യാടൻ ഷൗക്കത്ത് വേഴ്സസ് M സ്വരാജ് വന്നതിൻ്റെ കാഴ്ചയാണിതൊക്കെ. നിശ്ചയമായും നോക്കൂ, ഇവിടെ വന്നൊരു വിഷയം, ഇപ്പം അനൂപ് പറയാൻ ശ്രമിച്ചൊരു കാര്യമുണ്ട്. അൻവർ ഇഫക്റ്റ് എന്താണ്? അൻവർ യഥാർത്ഥത്തിൽ UDF-നോട് ചേർന്നാലും യഥാർത്ഥത്തിൽ LDF-നൊന്നും സംഭവിക്കത്തില്ല എങ്കിൽ LDF-നല്ലേ നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ല അതിൻ്റെ ഒബ്സർവേഷൻ. അൻവർ LDF-നോടൊപ്പം നിന്ന ആണല്ലോ, അതെല്ലാവർക്കും അറിയാം. 10 വർഷം അദ്ദേഹം MLA ആയിരുന്നത്, അല്ലെങ്കിൽ 9 വർഷത്തിൽ മേളിൽ MLA ആയിരുന്നത് LDF-ൻ്റെ ലേബലിലാണ്, ചെങ്കൊടിയുടെ കീഴിലാണ് അദ്ദേഹം ജയിച്ചത്. അദ്ദേഹം സ്വതന്ത്രനായി നിൽക്കുവാണെങ്കിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചു മാറ്റിക്കൊണ്ട് പോകേണ്ടത് LDF-ൻ്റെ വോട്ടല്ലേ? അങ്ങനെ സ്വതന്ത്രനായി നിൽക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായി ഒരു കേക്ക് വാക്കായിരിക്കത്തില്ലേ നിലമ്പൂർ ഇലക്ഷൻ? അപ്പം ഇദ്ദേഹം മത്സരിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല എന്ന് അടൂർ പ്രകാശിനെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സ്വതന്ത്രനായി നിൽക്കും എന്ന് കരുതുന്നില്ല
എന്ന് എന്തിനാണ് യു ഡി എഫുകാർ പറയുന്നത്? അപ്പോൾ അൻവർ എന്ന് പറയുന്ന ആൾ, അൻവറിൻ്റെ ഇഫക്റ്റ് എടുത്താൽ അത് ഒരു പ്രശ്നമുള്ളൊരു ഇഫക്റ്റ് ആയിരിക്കും. കാരണം അൻവർ പിടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ പോകുന്നത് ഒരു CPM-കാരൻ്റെ വോട്ടല്ല, അത് കോൺഗ്രസ്സുകാരൻ്റെ വോട്ടാണെന്ന് വ്യക്തമായി കോൺഗ്രസിന് ധാരണയുണ്ട്. അതുകൊണ്ടാണ് അൻവർ ഈ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് ആകരുത് എന്നുള്ള ഒരു നിലയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് ആകുന്ന, അല്ലെങ്കിൽ ഇവർ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ, ഇവർ പറയുന്ന കണക്ക് ശരിയാവുമെങ്കിൽ അൻവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതല്ലേ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത് ഏറ്റവും നല്ലത്. അപ്പോൾ ആ പ്രപ്പോസിഷൻ ഇവർ അംഗീകരിക്കാത്തതിന് കാര്യം അവർക്ക് കൃത്യമായി അറിയാം, ഒരു കാരണവശാലും ഈ പറയുന്ന അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ വന്നാൽ അദ്ദേഹം പിടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ പോകുന്ന വോട്ടുകൾ നിശ്ചയമായും കോൺഗ്രസിൻ്റെ വോട്ടുകളാണെന്ന് വ്യക്തമായി അവർക്കറിയാം. അതുകൊണ്ടാണ് ഇന്നലെ എടുത്ത തീരുമാനം വീണ്ടും എടുക്കാനായി ഇന്ന് വീണ്ടും UDF യോഗം കൂടിയത്. UDF യോഗം കൂടിയത് എങ്ങനെയും സതീശനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എന്നറിയാനാണ് UDF യോഗം കൂടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നാളെ വരുമ്പോഴും അൻവറിനെ ഇപ്പം ഏകനായി വിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് ആകാൻ അനുവദിച്ചാൽ അതിനകത്തെ അപകടം കോൺഗ്രസ് തിരിച്ചറിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അൻവറിനെ അവർ ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്ക് എത്തി ഒരു കൺസിലിയേഷനിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലെന്ന് ഞാൻ കരുതുന്നു. അനൂപ്, അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഈ സ്വരാജ് വന്നതിൻ്റെ പേടി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് മോശം പറഞ്ഞ ആളിനെ അത് തിരുത്തി വന്നാൽ അസോസിയേറ്റ് മെമ്പർ ആക്കാമെന്ന് ഇപ്പോഴും പറയുന്നത്? ഇനിയും അദ്ദേഹം മാറ്റി പറഞ്ഞ് നാളെ രാവിലെ അകത്ത് കയറാൻ ശ്രമിച്ചാൽ നിങ്ങൾ അങ്ങനെ അകത്ത് കയറ്റാൻ തയ്യാറാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലാതെ സ്വരാജ് വരുന്നതിന്റെയും സ്വരാജ് വരാത്തതിന്റെയും പ്രശ്നമല്ലെന്നേ. സ്വരാജ് വരുന്നതിൽ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സ്വരാജ് പറഞ്ഞത് എന്താ? സ്വരാജ് ഇതിനെ പിണറായി വിജയന്റെ തുടർ ഭരണത്തിനുള്ള വോട്ടായി ഇതിനെ കാണുമെന്ന് വളരെ ധീരമായി പ്രഖ്യാപിച്ചു. മറ്റു പലരും അത് പിണറായി വിജയന്റെ ഭരണത്തിന്റെ വിലയിരുത്തലാവില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ ഭയക്കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭയക്കണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് അൻവറിന്റെ പിന്നാലെ ഇപ്പോൾ ഈ ചർച്ച നടത്തി പിന്നെ ഇങ്ങനെ പോകുന്നത്? ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണെന്നേ. സ്വരാജ് പറയുന്നതും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണെന്നേ. പിണറായി വിജയന്റെ സ്വരാജ് പറയുന്നത് ഇവിടെ തുടർഭരണം വേണമെന്നാണെങ്കിൽ ഒരു തുടർഭരണത്തിന്റെ അനിവാര്യമായ ദുരന്തങ്ങളാണ് കേരളം അനുഭവിക്കുന്നതെന്നും ഒരു തുടർഭരണം അനുവദിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളും ഇതിനെ രാഷ്ട്രീയ പോരാട്ടമായി തന്നെയാണ് കാണുന്നത്. ആ കാര്യത്തിൽ സ്വരാജിന്റെ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. സ്വരാജ് പറഞ്ഞെടുത്ത് തന്നെയാണ് ഞങ്ങൾ. നിങ്ങൾ അൻവറിനെയും സ്വാഗതം ചെയ്യുകയാണല്ലോ. നിങ്ങൾ അൻവറിനെയും സ്വാഗതം ചെയ്യുകയാണല്ലോ. ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് മോശം പറഞ്ഞ അൻവറിനെയും നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണല്ലോ. അല്ല, അത് ഞങ്ങളെ കുറിച്ച് ഇന്നലകളിൽ മോശം പറഞ്ഞ ആളുകൾ തിരുത്തി പറഞ്ഞ് ഞങ്ങളിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനൊരു മോശം പറയുന്നവരോടൊക്കെ നിങ്ങൾ നല്ലത് പറഞ്ഞാൽ ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്നത് എന്തിനാണ്? നല്ലത് ഇതുവരെ പറഞ്ഞില്ലല്ലോ. പറയുമ്പോഴല്ലേ നിങ്ങൾ അത് ആലോചിക്കേണ്ടത്. എന്ന് പറഞ്ഞു അൻവറല്ലേ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് സാവകാശം അദ്ദേഹം തേടുകയും ആ സാധ്യത പിണറായി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പിണറായി വിരുദ്ധ രാഷ്ട്രീയം. ശരി, ചർച്ചയുടെ അവസാന ഘട്ടമാണ്. പ്രകാശം മാസ്റ്റർ, ഒറ്റ മിനിറ്റാണ് ബാക്കിയുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നല്ലത് പറഞ്ഞാൽ എടുക്കാമെന്ന് പറഞ്ഞ് അൻവറിനെ ഓർമ്മിപ്പിച്ച് ഇങ്ങനെ നടക്കുന്നു. അതേ നല്ലത് പറയുന്നുമില്ല. ഇനിയിപ്പോ ഏതെങ്കിലും തരത്തിൽ ഈ പഴയ ഭീഷണികളാണ് ഉള്ളത് എന്ന് കാണേണ്ടതുണ്ടോ? ഇന്നലെ വരെ പറഞ്ഞ ഭീഷണികൾ അവിടെ ഉണ്ടോ? ഇവിടെ LDFനെ സംബന്ധിച്ചിടത്തോളം ഈ നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ LDFനുള്ള ആത്മവിശ്വാസത്തിൻ്റെ പ്രകടനം കൂടിയാണ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം. ഇവിടെ ഈ മണ്ഡലത്തെ പലരും മത്സരിച്ചിട്ടുണ്ടല്ലോ. ഈ മണ്ഡലത്തിലുള്ള ആളുകൾ പറയുന്നത് ഈ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ സാർവത്രികമായി സ്വീകരിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു സ്ഥാനാർത്ഥി ഒരു സന്ദർഭത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവർ രണ്ട് സ്ഥാനാർത്ഥികൾ വന്നല്ലോ. UDFൻ്റെ സ്ഥാനാർത്ഥി വന്നു, LDFൻ്റെ സ്ഥാനാർത്ഥികൾ വന്നു. ഈ മണ്ഡലത്തിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന സ്വീകാര്യത ജനങ്ങളിലൂടെയാണല്ലോ പ്രകടമാവുക. അതൊന്നും താരതമ്യം ചെയ്യട്ടെ. അപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിന് ഭയം വന്നതിന് കൃത്യമായ ഉത്തരം കിട്ടും. ഇവിടെ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതോടെ വലിയ അങ്കലാപ്പിലും ഭയത്തിലുമാണ് കോൺഗ്രസ് എന്ന കാര്യത്തിൽ ഇവിടെ ഈ മണ്ഡലത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഭയപ്പാടാണ് ഇന്നത്തെ ചർച്ചയിലൂടെ അവർ പ്രകടമാക്കുന്നത്. നാളെയും അവർ ഈ പ്രശ്നത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ അല്ല ആഗ്രഹിക്കുന്നത്. എങ്ങനെയും തങ്ങൾ എതിർക്കുന്ന ആളാണെങ്കിൽ പോലും അൻവറെ തങ്ങളുടെ കൂടെ കൂട്ടിക്കെട്ടാൻ വേണ്ടി കഴിയുമോ എന്ന പരിശോധന തന്നെയാണ് UDF ഇനിയും നടത്താൻ പോകുന്നത്. അത് ഈ മണ്ഡലത്തിൽ വിലപ്പോകാൻ പോകുന്നില്ല എന്ന് ഈ 19-ാം തീയതി തെളിയിക്കപ്പെടും എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയൂ. ശരി, ഇത്രയും തീരുമാനിച്ച UDFനോട് പ്രതികരിക്കാൻ നാളെ രാവിലെ മാധ്യമങ്ങളെ കാണുന്നുണ്ട് PV അൻവർ. അദ്ദേഹം നാളത്തെ പകലും കൂടി കൊടുക്കുകയാണെങ്കിൽ നാളെ വൈകുന്നേരം UDFന് വീണ്ടും ഒരു യോഗം കൂടി കൂടാനുള്ള യോഗം കൂടിയുണ്ട്. ആ യോഗത്തിൽ എല്ലാം ക്ഷമിച്ച് കോംപ്രമൈസാക്കി അൻവറിനെ കൂട്ടി
അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനി സ്വരാജിനെ നേരിടാൻ പറ്റുള്ളൂ എന്നാണോ എന്നുള്ളത് അറിയില്ല. ഇതൊക്കെ ഇനി തെളിയിക്കേണ്ടത് കോൺഗ്രസും യു ഡി എഫും അൻവറും ഒക്കെ തന്നെയാണ്. നമുക്ക് നാളത്തെ പകൽ കൂടി കാത്തിരിക്കാം. എന്തായാലും നാളെ രാവിലെ സ്വരാജിനെ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് നിലമ്പൂർ. ആ കാഴ്ചയും ഇതിനോടൊപ്പം കാണാം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് എം പ്രകാശൻ മാസ്റ്റർ, അനൂപ് വി ആർ, ഒപ്പം അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.